ഇന്ന് തിരുവത്താ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ ഞാനിവിടെ ആയിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം എനിക്ക് കാണിച്ചു തന്നത് ചിന്ത എന്ന് പറയുന്നത് ഒരു പുതിയ സബ്ജക്റ്റാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരല്പം നിൽക്കൂ, ദൈവം ഒരു വെളിപ്പാട് തന്നുകൊണ്ടിരിക്കണം. സ്പിരിച്വൽ ബ്രൂഡിങ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കാരണം നമ്മളുടെ അകത്തുള്ള പിശാച് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള പാപചിന്തകളുണ്ട്. ആ പാപചിന്തകൾ അതിൻ്റെ മുകളിൽ നമ്മൾ അടയിരിക്കുകയാണ്. കോഴി മുട്ടയുടെ മുകളിൽ അടയിരിക്കുന്നത് പോലെ നമ്മൾ അടയിരുന്ന് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ, കോഴി മുട്ടയുടെ മുകളിൽ അടയിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? ആ മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞ് വെളിയിൽ വരും. പക്ഷെ അതൊരു പാമ്പ് മുട്ടയുടെ മുകളിലാണ് ഇരിക്കണമെങ്കിലോ പാമ്പ് വെളിയിൽ വരും, ആ കോഴിക്ക് തന്നെ അപകടമായി തീരും. ഇതുപോലെ ജഡത്തിലൊരു ലോക്കറുണ്ട്. ആ ലോക്കറിൽ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കും. നിങ്ങളെ ഒരാൾ തെറി പറഞ്ഞാൽ നിങ്ങൾ അത് ലോക്കറിൽ കൊണ്ടുവയ്ക്കും. അത് ചുമ്മാ മേശപ്പുറത്ത് നടത്തില്ല, മനസ്സിൻ്റെ ചുമ്മാ ഒന്നിട്ട് കളയില്ല, അത് ലോക്കറിൽ വെച്ച് പൂട്ടി അവിടെ വയ്ക്കാം. അമ്മായിയമ്മ പറഞ്ഞത് മരുമോളോട് മൊത്തം ലോക്കറിലുണ്ടാവും, മരുമോളും അമ്മായിയമ്മയോട് പറഞ്ഞതും ലോക്കറിലുണ്ടാവും. ഒരെണ്ണം കളയില്ല, എല്ലാം ലോക്കറിലുണ്ട്. ഈ ചിന്തകൾ ശ്രദ്ധിക്കുക, ഈ ചിന്തകൾ നമ്മളുടെ ഉള്ളിൽ പിശാച് നിക്ഷേപിച്ച ജഡത്തിന്റെ ചിന്തകളുടെ മേൽ ബ്രൂഡ് ചെയ്യുകയാണ്, പൊരുന്നിരിക്കുക. നോർമലി ഇത് പുറത്തേക്ക് വരില്ല, പക്ഷേ ആ പൊരുന്നിരിക്കൽ നമ്മളുടെ ചിന്തകളിലൂടെയാണ്, നമ്മൾ പോലും അറിയുന്നില്ല. ഒരു സമയമാകുമ്പോൾ ഈ മുട്ട വിരിയും. ഈ ജഡത്തിന്റെ ചിന്ത കോപമായിട്ടോ ക്രോധമായിട്ടോ അകത്ത് നിങ്ങൾ വിരിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ വായിലൂടെ പുറത്തേക്ക് ചാടും. എസ്റ്റാബ്ലിഷ് ആയി ലോകത്ത്. ഇത് നമ്മളെ നശിപ്പിക്കും. പിശാച് നമ്മുടെ ഉള്ളിൽ ജഡത്തിന്റെ ചിന്തകളാൽ മുട്ടയിട്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവവും നമ്മുടെ ഉള്ളിൽ മുട്ടയിട്ടു, ആത്മാവിന്റെ ചിന്തകളാൽ മുട്ടയിട്ടു. ഹല്ലേലൂയ. അതിനെയാണ് ഈ പ്രാവിൻ മുട്ട കാണിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇപ്പോൾ ലോഡ് ചെയ്തത്. പ്രാവിൻ മുട്ട നമ്മുടെ ഉള്ളിലുണ്ട്. ഇതാ ദൈവത്തിന്റെ വചനം പറഞ്ഞത്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിലോ നിങ്ങൾ ജഡ സ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്ര. ആഹാ, അപ്പൊ പൗലോസിന് 2 കണ്ടുപിടുത്തം കിട്ടിയല്ലേ? ഓൾറെഡി അതിനു മുമ്പ് 7-ാം അധ്യായത്തിൽ അദ്ദേഹത്തിന് ദൈവം കൊടുത്ത കണ്ടുപിടുത്തമാണ് എന്റെ അകത്ത് പാവം വസിക്കുന്നു എന്ന്, എന്റെ ജഡത്തിൽ. എന്റെ 8-ാം അധ്യായത്തിലേക്ക് വന്നപ്പോ കണ്ടുപിടിച്ച മറ്റൊരു കണ്ടുപിടുത്തം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡ സ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. അപ്പൊ ക്രിസ്തുവിന്റെ സ്വഭാവം ഓൾറെഡി നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ഹോളിൽ ശബ്ദ കാഴ്ചവരുതിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്ന ഒരു സ്നേഹനിധിയായ സ്വർഗസ്ഥ പിതാവിനെയാണ് കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ വെളിപ്പെടുത്തിയതും നമുക്ക് പരിചയപ്പെടുത്തി തന്നതും. ഇന്നും തൻ്റെ ശുശ്രൂഷ, ആ നിരപ്പിൻ്റെ ശുശ്രൂഷയാണ് തൻ്റെ സത്യത്തിലുള്ള ദാസന്മാരിലൂടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി നിന്നുകൊണ്ട് ക്രിസ്തുവിന് പകരമായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരമായി ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഓരോ വ്യക്തിത്വങ്ങളും ദൈവത്തോട് നിരന്നുകൊള്ളണം. ഇങ്ങനെ പറഞ്ഞത് ക്രിസ്തുവാണ്. ക്രിസ്തുവിന് പകരമായി ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. സ്പിരിച്വൽ ബ്രൂഡിങ്. ഹല്ലേലൂയ. ആക്ച്വലി നമ്മളൊക്കെ ഹാച്ചറികളാണ്. ഹാച്ചറികൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലർക്ക് അറിയാമായിരിക്കുക, ഈ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ച് മുട്ട വെച്ച് വിരിയിച്ചെടുത്ത് വളർത്തി കൊടുക്കുന്ന സ്ഥലമാണ്. ഇതേപോലെ നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും നമ്മളെല്ലാം ഒരു ബ്രൂഡിങ് സെൻ്ററാണ്, ഹാച്ചറികളാണ്. വിരിയിച്ചു കൊടുക്കുകയാണ്. ഇത് തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിന്
ജീവിതത്തെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുവാൻ, കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. ആക്സിഡൻറ്റുകൾ മാക്സിമം ഒഴിവാക്കാൻ പറ്റും. നാം ഒരു ദേവദാസൻ്റെ ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് സൺഡേകളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പല ലേഖനങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ കർത്താവ് യേശുവിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനിക്കുന്നത്? അതിൻ്റെ കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ആത്മലോകത്തിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള എക്സിറ്റുകളാണ്, പുറത്തേക്കുള്ള വഴിയാണ്. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്കുള്ള വഴി. പ്രധാന കവാടം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വായാണ്. ഈ വായിലൂടെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഭൂമിയിലേക്ക് കടന്നു വന്ന് അത് എസ്റ്റാബ്ലിഷ് ആകണം. അങ്ങനെയാണ് നമ്മുടെ ഫാക്ടറി ഡിസൈൻ ഒരു ഡീഫോൾട്ട് സെറ്റിംഗ്. ദൈവത്തിൻ്റെ വായായി ദൈവം പ്രവർത്തിക്കുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം. നാം പറയുന്നത് എന്താണോ അത് സംഭവിക്കും. ഇതാണ് നമ്മളുടെ പ്രവർത്തന രീതി. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ വീണുപോയി. കാരണം ഒരു വാതിലിൽ കൂടി തന്നെ കയ്പും മധുരവും ഒക്കെ വരുന്നവരാണ് ദൈവമക്കൾ എന്ന് പറയുന്നവർ. അപ്പോൾ ഈ സംഭവം ഇപ്പൊ ഒന്ന് വർക്ക് ചെയ്യാതെയായി. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം. ഇത് ശ്രദ്ധയോടുകൂടി നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കുടുംബ കലഹങ്ങൾ ഒഴിവാക്കാം. നമ്മളുടെ ശരീരത്തിലെ നല്ലൊരു പങ്ക് വേദനകളും ആക്സിഡൻറ്റുകളും ഒഴിവാക്കാം. നമ്മുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരാം. ഇന്ന് പലപ്പോഴും ജനം ദൈവഭാഗത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ അന്വേഷിച്ച് നടക്കുന്ന അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാനാ. ആശുപത്രിയിലേക്ക് ഓടുന്നു രോഗങ്ങളെ മാറാൻ, അവരുടെ ജീവിതത്തിലെ പല പല പ്രശ്നങ്ങളും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവദാസൻ അന്വേഷിച്ച് നടക്കുന്നു. എന്നാൽ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കുന്നതാ. അപ്പോൾ നമ്മളുടെ വായിലെ വാക്കുകളെ ഒന്ന് ശ്രദ്ധിച്ചാൽ, നമ്മളുടെ പ്രവർത്തന രീതി ഒന്ന് മനസ്സിലാക്കിയാൽ, ഈ ഭാഗത്തൊക്കെ വലിയൊരു ശതമാനം ജയമെടുക്കാൻ നമുക്ക് കഴിയും. സ്പിരിച്വൽ ബ്രൂഡിങ്, ഇതേപോലെ നമ്മൾ തിരിച്ചറിയണം. നമ്മളുടെ ഉള്ളിൽ ധാരാളം കാര്യങ്ങൾ അറിയാനുണ്ട്. നമ്മളുടെ ഉള്ളിൽ ആദം മുതൽ ഇങ്ങോട്ട് പിശാച് മുട്ടയിട്ട് വച്ചിട്ടുണ്ട്. അവൻ ഇട്ടുവച്ചിരിക്കുന്ന ആ മുട്ടയുടെ പേരാണ് ജഡചിന്തകൾ. അവിടെ മുട്ടയിട്ട് വച്ചിരിക്കുക. ഈ ലോകത്തിലെ സംഭവങ്ങൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കും. പ്രത്യേകിച്ച് ജഡികമായ സംഭവങ്ങൾ. ഈ ജഡത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതിനൊരു സ്ട്രോങ് സ്റ്റോർ റൂമുണ്ട്.
ഈ ബാങ്കിലൊക്കെ ലോക്കറില്ലേ, അതേപോലെ ജഡത്തിനൊരു ഉറച്ച ലോക്കറുണ്ട്. എന്തിനാ ഈ ലോക്കറിൽ കൊണ്ട് വയ്ക്കണ? വീട്ടിലൊക്കെ വെക്കാതെ സുരക്ഷിതമായി ഇരിക്കാനാ. ഇതുപോലെ ജഡത്തിനൊരു ലോക്കറുണ്ട്. ആ ലോക്കറിൽ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കും. നിങ്ങളെ ഒരാള് തെറി പറഞ്ഞാൽ നിങ്ങൾ അത് ലോക്കറിൽ കൊണ്ടുവയ്ക്കും. അത് ചുമ്മാ മേശപ്പുറത്ത് നടത്തില്ല, മനസ്സിന്റെ ചുമ്മാ ഒന്നും ഇട്ട് കളയില്ല. അത് ലോക്കറിൽ വെച്ച് പൂട്ടി അവിടെ വയ്ക്കാം. അമ്മായിയമ്മ പറഞ്ഞത് മരുമോളോട് മൊത്തം ലോക്കറിലുണ്ടാവും. മരുമോളും അമ്മായിയമ്മയോട് പറഞ്ഞതും ലോക്കറിലുണ്ടാവും. ഒരെണ്ണം കളയില്ല, എല്ലാം ലോക്കറിലുണ്ട്. ഈ ചിന്തകൾ ശ്രദ്ധിക്കുക, ഈ ചിന്തകൾ നമ്മളുടെ ഉള്ളിൽ പിശാച് നിക്ഷേപിച്ച ജഡത്തിന്റെ ചിന്തകളുടെ മേൽ ബ്രൂഡ് ചെയ്യുകയാണ്, പൊരുന്നിരിക്കുക. നോർമലി ഇത് പുറത്തേക്ക് വരില്ല, പക്ഷേ ആ പൊരുന്നിരിക്കൽ നമ്മളുടെ ചിന്തകളിലൂടെയാണ്, നമ്മൾ പോലും അറിയുന്നില്ല. ഒരു സമയമാകുമ്പോൾ ഈ മുട്ട വിരിയും. ഈ ജഡത്തിന്റെ ചിന്ത കോപമായിട്ടോ ക്രോധമായിട്ടോ അകത്ത് നിങ്ങൾ വിരിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ വായിലൂടെ പുറത്തേക്ക് ചാടും. എസ്റ്റാബ്ലിഷ് ആയി ലോകത്ത്. ഇത് നമ്മളെ നശിപ്പിക്കും. ഇത് തിരിച്ചറിയണം. അപ്പൊ ജഡത്തിന്റെ ചിന്തകളായ മുട്ടകൾ, ഇതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, റോമലേഖനം 7, ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കുന്ന തിന്മ ഞാൻ ചെയ്തു പോകുന്നു. അതിന്റെ കാരണം ഞാൻ കണ്ടു, എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല, എൻ്റെ ജഡത്തിൽ പാപം വസിക്കുന്നു. ഇതെവിടുന്ന് വന്നു? ഇതാണ് മുട്ടകൾ. ഇതാണ് പിശാച് നമ്മുടെ ഉള്ളിൽ ഇട്ടു വെച്ചിരിക്കുന്ന ജഡത്തിന്റെ മുട്ടകൾ. എല്ലാ മനുഷ്യന്റെ ഉള്ളിലുണ്ട് സാധനം. ഇത് നമ്മൾ വിരിയിച്ചതാണ് നമ്മുടെ കുടുംബജീവിതം ഇങ്ങനെ കലങ്ങിപ്പോയത്. ഇത് നമ്മൾ വിരിയിച്ചത് കൊണ്ടാണ് നമ്മളുടെ ബിസിനസ് ജീവിതം തകർന്നു പോയത്. ഇത് നമ്മൾ വിരിയിച്ചത് കൊണ്ടാണ് നമ്മുടെ ശാരീരിക ജീവിതം ബലഹീനമായത്. കാരണം എൻ്റെ നിങ്ങളുടെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നാം എന്ത് പറയുന്നുവോ അങ്ങനെയായിത്തീരും. ഇതാണ് ഡിസൈൻ. കാരണം നാം ദൈവത്തിൻ്റെ മക്കളാ, ഡീഫോൾട്ട് ദൈവത്തിൻ്റെ മക്കളാ. അതായത് ഫാക്ടറി സെറ്റിങ്ങിൽ ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ബാങ്കിൽ പോയി പൈസ എടുത്തുകൊണ്ട് വന്ന് ആ പൈസയും കൊണ്ട് പോയി ഒരു സാധനം മേടിക്കാൻ കൊട്ടേഷൻ എടുത്ത് 3 കൊട്ടേഷൻ എടുത്ത് അതിൽ നിന്ന് ഏറ്റവും ലോവസ്റ്റ് കൊട്ടേഷന് പൈസ കൊടുത്ത് വാങ്ങിക്കുക. അങ്ങനെയാണോ? നമ്മളെ പോലെയാണോ? ദൈവം അങ്ങനെയൊന്നുമല്ല പ്രവർത്തിക്കണേ. ദൈവം പ്രവർത്തിക്കുന്നത്, ദൈവത്തിന് വെളിച്ചം വേണം. ദൈവം KSEBിൽ ആപ്ലിക്കേഷൻ കൊടുത്തോ? കറണ്ട് വേണമെന്നും പറഞ്ഞോണ്ട് ഇല്ല. വെളിച്ചം ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടായി. തന്റെ വാ കൊണ്ട് പറഞ്ഞു, അത് അതേപോലെ ഉണ്ടായി. മനസ്സിലായോ? ഇതാണ് അപ്പനെങ്കിൽ മക്കളും ഇതേപോലെ തന്നെ. മക്കളുടെ പ്രവർത്തനവും അപ്പന്റെ അതേ പ്രവർത്തന രീതിയാണ്. എഫേസ്യർ 5:1 അവിടെ പറഞ്ഞെന്നറിയാമോ നമ്മളോട്? ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുവിൻ. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പി. ഈ പ്രവർത്തന രീതി നമുക്കറിയത്തില്ലല്ലോ. ഇതാണ് പുതിയ സൃഷ്ടിയുടെ പ്രവർത്തന രീതി. ഇതായിരുന്നു പഴയതിൻ്റെതും, അത് കറക്റ്റായി പോയി. ഇതാണ് പുതിയ സൃഷ്ടിയുടെ പ്രവർത്തന രീതി. നീ പറയുന്നത് സംഭവിക്കും. നീ എന്ത് പറയുന്നോ അതേപോലെ സംഭവിക്കും. ഇതാണ് പുതിയ സൃഷ്ടിയുടെ പ്രവർത്തന രീതി. ഇത് തന്നെയായിരുന്നു പഴയതിൻ്റെതും, പക്ഷെ അത് കറക്റ്റായി. കുഞ്ഞുങ്ങളെ, ഇത് വ്യക്തതയോടെ മനസ്സിലാക്കി നമ്മൾ ഉപയോഗിക്കണം. പിശാചിന് ഈ സിസ്റ്റം അറിയാം നമ്മുടെ ഉള്ളില്. അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യും?
ഇവൻ ഈ മുട്ടകൾ മുഴുവൻ നമ്മുടെ ഉള്ളിൽ ഇട്ടുവെച്ചിരിക്കുക. ഏത്? പാപമൊട്ടകൾ. ഇതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കുന്ന തിന്മ ഞാൻ ചെയ്തു പോകുന്നു. അതിന്റെ കാരണം പാപം എന്റെ ഉള്ളിൽ വസിക്കുന്നു. ഇത് എല്ലാ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇത് ഉണ്ടെന്ന് ഇതിന്റെ ഒരു പ്രത്യേകത, ജഡത്തിന്റെ ഒരു പ്രത്യേകത, ജഡം എല്ലാ നെഗറ്റീവ് കാര്യങ്ങളുടെയും റെക്കോർഡ് സൂക്ഷിക്കും. ഒരെണ്ണം വിട്ടുകളയില്ല. അതല്ലേ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാവുമ്പോൾ, എടി അന്ന് നിന്നെ കെട്ടിക്കൊണ്ട് വന്നപ്പോ ലോക്കറിൽ നിന്ന് എടുത്തതാ, ലോക്കറിൽ നിന്ന് പുറത്തെടുത്തതാ. ഒരെണ്ണം വിട്ടുകളയില്ല, എല്ലാം സൂക്ഷിച്ചു വെക്കും, എല്ലാം അകത്ത് വയ്ക്കും. അന്ന് നിങ്ങൾ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, എടി അന്ന് നിന്റെ വീട്ടിൽ വന്നപ്പോ നിന്റെ അപ്പനുണ്ടല്ല, അപ്പൻ. ഒരെണ്ണം വിട്ട് കളഞ്ഞിട്ട് എല്ലാം അകത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് എടുക്കണ കൊണ്ടല്ലേ ഈ കുടുംബത്തിൽ പ്രശ്നം വരുന്നേ. ഈ സാധനത്തിന്റെ മുകളിൽ ഇങ്ങനെ പൊരുന്നിരുന്ന് അവൾ അങ്ങനെ എന്നോട് പറഞ്ഞല്ലേ, ഓക്കെ, ആ വാക്ക് കൊണ്ട് പൊരുന്നെങ്കിൽ ഇരിക്കും, ആ ചിന്തകൾ കൊണ്ട് പൊരുന്നെങ്കിൽ ഇരുന്ന് ഒരു സമയമാകുമ്പോ ഒരൊറ്റപ്പൊട്ട പുറത്തേക്ക്, ഒരൊറ്റപ്പൊട്ട. ആ പൊട്ടയിലൂടെ കുടുംബത്തിന്റെ ഒരു ഭാഗം അടന്ന് താഴെ പെട്ടു. പിന്നെ കിടന്ന് കരച്ചില്ല. അപ്പൊ തിരിച്ചറിയണ, എന്നെ കൊല്ലാനുള്ള വെടിമരുന്ന് പിശാച് എന്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒന്നുപോലും എടുക്കാതെ അതിനെ നിർവീര്യമാക്കണം. ഈ ഒരു തിരിച്ചറിവ് വേണം മനുഷ്യർക്ക്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കുന്നതാണ് നല്ലത്. ഹല്ലേലൂയ. നമ്മളെന്ന് പറയുന്നത് ഒരു ബ്രൂഡിംഗ് സെന്ററാണ്. അകത്ത് മുട്ട ഓൾറെഡി ഉണ്ട്. ഹല്ലേലൂയ. നമ്മളെ കൊല്ലാനുള്ള വിഷമുട്ട ഓൾറെഡി അകത്തിരിക്കുന്നുണ്ട്. ഓ ഫാദർ, വി താങ്ക് യു, വി ഗിവ് യു ഗ്ലോറി. ഇത് തിരിച്ചറിയണം. ഇത് പുറത്ത് എടുക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിലെ വിഷയങ്ങൾ വരുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ജഡത്തിന്റെ ചിന്ത ഉണ്ടല്ലോ, ഈ ജഡത്തിന്റെ ചിന്ത ആ മോഹത്തെ ജനിപ്പിക്കും. ഹല്ലേലൂയ. ഒരു പീരീഡ് അത് ബ്രൂഡ് ചെയ്ത് അത് പുറത്തേക്ക് മോഹത്തെ കൊണ്ടുവരും. മോഹം ഗർഭം ധരിച്ച പാപത്തെ ജനിപ്പിക്കും. പാപം പൂർണ്ണ വളർച്ചയെത്തി മരണത്തെ ജനിപ്പിക്കും. അല്ല, ഇതെല്ലാം നടക്കുന്ന ശരീരത്തിന്റെ വെളിയിലല്ല, നമ്മുടെ ഉള്ളിലാ. നമ്മളെന്ന് പറഞ്ഞൊരു ഹാച്ചറിയ, ഒരു ബ്രൂഡിംഗ് സെന്ററാണ് നമ്മൾ. ഇത് തിരിച്ചറിഞ്ഞ് നമ്മൾ ഉപയോഗിക്കണം. ഹല്ലേലൂയ. അമ്മായിയമ്മ പറഞ്ഞത് അകത്തു വെച്ചു, മരുമോള് പറഞ്ഞ അകത്തു വെച്ചു, അമ്മായിയപ്പൻ പറഞ്ഞത് അകത്തു വെച്ചു. ഇത് അകത്തിരിക്കുമ്പോ നമുക്ക് ആ വ്യക്തിയോട് നമ്മളെ ഒരു വ്യക്തിയെ കുറിച്ച്, ഞാനിപ്പോ സിജുവെ കുറിച്ച് ചീത്തയാണ് ചിന്തിക്കുന്നതെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന ചീത്തയാ, പക്ഷെ എനിക്ക് സിജുവിനെ കുറിച്ച് നന്മ പറയാൻ പറ്റത്തില്ല. ഞാൻ അഭിലാഷിനെ കുറിച്ച് ചീത്തയാണ് ചിന്തിക്കുകയെങ്കിൽ നന്മ പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ബ്രൂഡ് ചെയ്യുന്നത് എൻ്റെ ഉള്ളിലെ ജഡത്തിന്റെ ചിന്തകൾ മേൽ. അഭിലാഷ് എന്തോ ചീത്ത ചെയ്തത് എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ മുകളിൽ ബ്രൂഡ് ചെയ്യുക. പകയുടെ മുകളിൽ, ക്രോധത്തിന്റെ മുകളിൽ, എതിർപ്പിന്റെ മുകളിൽ, പകരം വീട്ടലിന്റെ മുകളിലൊക്കെ ഞാൻ ബ്രൂഡ് ചെയ്യുക. ഒരു നാളിൽ ഇത് വിരിയും. അത് വിരിഞ്ഞ് പുറത്തേക്ക് വന്നാൽ അത് നമ്മുടെ ജീവിതത്തിന് നാശമായി തീരും. നമ്മളിവിടെ ശ്രദ്ധിക്കുക, ഇത് മനസ്സിലാക്കുക. Oh Lord, I love you. Jesus, I love you. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:5 വായിച്ച്. യേശയ്യാ 59:5. അവർ അണലിമുട്ട പൊരുന്നുകയും ചിലന്തിവല നെയ്യുകയും ചെയ്യുന്നു. ആ മുട്ട തിന്നുന്നവൻ മരിക്കും. പൊട്ടിച്ചാൽ അണലി പുറത്തു വരുന്നു. ഇതാ ഇവിടെ പറയണ, അവർ അണലിമുട്ട പൊരുന്നുകയും. അണലിമുട്ടയുടെ മുകളിലാണ് പൊരുന്നിരിക്കണേ. ഹല്ലേലൂയ. ആ മുട്ട തിന്നാൻ മരിക്കും. അണലിമുട്ട പൊരുന്നിരിക്കുക. പൊട്ടിച്ചാൽ അണലി പുറത്തു വരും. പൊട്ടിച്ചാൽ അണലി പുറത്തു വരും. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാം, ചിത്രത്തിൽ കാണാം. സൂമിലുള്ളവർക്ക്. ഓ ഫാദർ, വി താങ്ക് യു.
അത് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇതിവിടെ കാണാം. അവർ അണലി മുട്ട പൊരുന്നുകയും ചിലന്തി വല നെയ്യുകയും ചെയ്യുന്നു. ആ മുട്ട തിന്നവൻ മരിക്കും, പൊട്ടിച്ചാൽ അണലി പുറത്തു വരും. എത്ര അണലികളെയാണ് നമ്മൾ പൊട്ടിച്ച് നമ്മളുടെ വീടിന്റെ മുമ്പിൽ, നമ്മളുടെ വീട്ടിൽ കൊണ്ടുവന്നേക്കണേ, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നേക്കണേ. ഇത് നമ്മളുടെ ജീവിതത്തെ നശിപ്പിക്കുക. ഇത് മനസ്സിലാക്കി നമ്മളുടെ ജീവിതം പ്രവർത്തിക്കുക. ഹല്ലേലൂയ. ഇതാ നിങ്ങൾക്ക് ഒരു പാമ്പ് മുട്ടയുടെ മേൽ പൊരുന്നിരിക്കുന്ന ചിത്രം നിങ്ങൾക്ക് കാണാം. പേടിയുള്ളവർ നോക്കണ്ട, ശ്രദ്ധിക്കുക. ആ പാമ്പിനെ കാണിച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ ജഡീകമായ വാക്കുകൾ, നമുക്കെതിരെയുള്ള ജഡീകമായ വാക്കുകൾ. അതിൻ്റെ സർപ്പത്തിൻ്റെ അല്ലെങ്കിൽ അണലിയുടെ മുട്ടകളെ കാണിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ജഡത്തിൻ്റെ ചിന്തകൾ. ചിലപ്പോൾ നിങ്ങൾ പറയും എൻ്റെ ഉള്ളിലില്ല എന്ന്. അതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. ഇല്ല എന്ന് പറയും. എൻ്റെ ഉള്ളിൽ എനിക്ക് ഇങ്ങനെയൊന്നും തോന്നുന്നില്ല. അത് സ്ട്രോങ് ജഡം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. എല്ലാവരുടെ ഉള്ളിൽ ഈ സാധനമുണ്ട്. എൻ്റെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ, എല്ലാത്തിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ നിർവീര്യമാക്കി വെക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാത്ത വ്യക്തികൾക്കാണ് ജീവിതത്തിൽ ഈ കയ്പും പ്രശ്നമൊക്കെ ഉണ്ടാകും. ഇതെല്ലാവരുടെ ഉള്ളിലുണ്ട് ഈ സംഭവം. അപ്പോൾ ഞാൻ ഇത്തിരി വലുതാക്കി തരാമെങ്കിൽ പുറയിലുള്ളവർക്ക് കാണാൻ പറ്റും. ഓ ഫാദർ വി താങ്ക് യു. വലുതാക്കിയിട്ട് ഉടനെ നിങ്ങൾ കാണുക ഈ സംഭവം. വലുതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് ഞാൻ പ്രായമായി, എൻ്റെ ജീവിതത്തിൽ ഇന്നും വരില്ല. ഈ പ്രായമായവർക്ക് അത് കൂടുതലാണ്. ശ്രദ്ധിച്ചോളൂ, പ്രായമായവർക്ക് ഇത് കൂടുതലാണ്. കാരണം ഇതങ്ങ് വളർന്ന് കയറി. അതുകൊണ്ടാണ് കാരണവന്മാരുടെ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഇനി അവരോട് പറയണ്ട. പറഞ്ഞാൽ നമ്മുടെ സമാധാനവും കൂടെ പോവുകയുള്ളൂ. കാരണം അവരെ മാറ്റാൻ ഇനി ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. കാരണം ഇത് ഭയങ്കര സ്ട്രോങ് ആയിപ്പോയി. ശ്രദ്ധിച്ച്, എല്ലാവരുടെ ഉള്ളിലുണ്ട്. കുഞ്ഞിൻ്റെ ഉള്ളിലുണ്ട്, യുവാവിൻ്റെ ഉള്ളിലുണ്ട്, മധ്യവയസ്കൻ്റെ ഉള്ളിലുണ്ട്, പ്രായമായവരുടെ ഉള്ളിലുണ്ട്. ഇത് വളരുന്നത് സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കും. ഇതുകൊണ്ട് ഈ കാണുന്ന മുട്ടകൾ ഇതാണ് നമ്മുടെ ഉള്ളിൽ, നമ്മളുടെ ജനനത്തിലേ ഉണ്ട് ജഡീകമായ ചിന്തകൾ മുട്ടയിട്ട് കിടക്കുക ഉള്ളിൽ. ഇതാണ് വിശുദ്ധ പൗലോസ് റോമ 7 പറയുന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന നന്മയിൽ ആഗ്രഹിക്കുന്ന തിന്മയായി ചെയ്തു പോകുന്നു. അതിൻ്റെ കാരണം അത് ഞാനല്ല, എൻ്റെ ഉള്ളിലുള്ള പാപമാണ് അത് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. എടുത്തേക്കൊന്ന് വായിച്ചോ. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അപ്പൊ എന്നിൽ എന്നാ ഉണ്ട്? എന്നിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തികളിൽ എന്നാ കിടക്കുക? ഈ തിരിച്ചറിയണം, പാപം കിടക്കുക അതിൻ്റെ അകത്ത്. അതായത് പാപത്തിന്റെ മുട്ട മൊത്തം അകത്തുണ്ട്. പാപത്തിന്റെ മുട്ട മൊത്തം അകത്ത് കിടക്കുക. പാപ സ്വഭാവം അകത്ത് കിടക്കുക. അതിന്റെ മുകളില് കോപം കിടക്കുന്നു, ക്രോധം കിടക്കുന്നു, അസൂയ കിടക്കുന്നു, എല്ലാ മുട്ടകളും കിടക്കുക. അതിന്റെ മുകളിലേക്ക് ഒരാള്, ഒരു പ്രവൃത്തി, ഒരു സംഭവം, ഒരു ചിന്ത, അതാണ് പാമ്പ്. കണ്ടോ? പുറത്തുനിന്ന് ഒരാൾ ഒരു ജഡീകമായ വാക്ക് പറഞ്ഞു നമുക്കെതിരെ, അല്ലെങ്കിൽ ഒരു സംഭവം നാം കണ്ടു, അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞു, എനിക്ക് ഭയങ്കര വിഷമായി പോയി ബ്രദറെ. പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് എന്നെ കുത്തിയതല്ല ബ്രദറെ, അല്ലേ? ഇതൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള വാക്കുകള് അമ്മായിയമ്മ അന്നനോട് പറഞ്ഞില്ലേ, ഇത് ഞാൻ മറക്കുവോ? അതിൻ്റെ അർത്ഥം മറക്കില്ല. ഇത് ഞാൻ ബ്രൂഡ് ചെയ്ത് എൻ്റെ അകത്തുനിന്ന് ഈ മുട്ടയെ പൊരുന്ന് ഞാൻ വെളിയിലിറക്കി ഞാൻ ചാവൂന്നാ പറയണേ. മനസ്സിലായോ? ഈ അണലി, എൻ്റെ അകത്തുള്ള അണലി മുട്ടകളെ പുറത്തെടുത്ത് ഞാൻ അതിൽ ചാകും. നിങ്ങൾ തമാശയായിട്ട് എടുത്തോ? ഇതല്ലേ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, ജഡത്തിൻ്റെ ചിന്ത ചാകൽ, മരണം.
സിമ്പിളാ. ജഡത്തിന്റെ ചിന്ത മരണം. നമ്മുടെ അകത്തുള്ള ഈ ചിന്തയെ പുറത്തെടുത്താൽ നമ്മൾ മരിച്ചു. അണലി വിരിയിച്ചെടുക്കരുത്, നമ്മൾ മരിച്ചു. ഹല്ലേലൂയ, നമ്മൾ മരിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു ചിന്ത അകത്ത് വരികയാ. ഹല്ലേലൂയ. ഇതാ, ഭാര്യയോടൊരു സംശയം അല്ലെങ്കിൽ ഭർത്താവിനോടൊരു സംശയം. ഇതെന്ത് ചെയ്തു? പറഞ്ഞില്ല, അകത്ത് വെച്ചു. എന്നിട്ട് ഈ മുട്ടയുടെ മുകളിലിങ്ങ് പൊരുന്നിരിക്കുക. ഒരാഴ്ചയായി, 2 ആഴ്ചയായി, 3 ആഴ്ചയായി, 4 ആഴ്ചയായി, 5 ആഴ്ചയായി. ഈ പൊരുന്നിരിക്കും തോറും മുട്ടയ്ക്കൊരു പ്രശ്നമുണ്ട്, അതങ്ങ് വിരിയാൻ തയ്യാറാകും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതങ്ങ് വിരിയുമ്പോൾ ഒരു പൊട്ട. എങ്കിലും എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളൊന്നാ അവളോട്. കരഞ്ഞും സങ്കടപ്പെട്ടും പെട്ടെന്ന് നിങ്ങൾ അവളോടുകൂടെ അന്ന് എനിക്ക് ആ ഫോൺ വന്നപ്പോഴേ സംശയമായിരുന്നു, ഇപ്പൊ എനിക്ക് ഉറച്ചു, ഇനി ഞാനില്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ സംഭവം ഒരുപക്ഷെ കുടുംബം 2ആയി പെട്ടെന്നങ്ങ് തീരും. ഇങ്ങനെയാണ് പല കുടുംബങ്ങളിൽ സംശയങ്ങൾ അകത്തു വെച്ച് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ പെട്ടെന്ന് അകത്തുനിന്ന് മുട്ട അങ്ങ് വിടരും. മുട്ട വിടർന്നാൽ പിന്നെ എന്തൊക്കെയാണ് വായിന്ന് പറയണേന്ന് അപ്പോ വീട്ടിലിരിക്കുന്ന അപ്പനെയും പറയും, അമ്മയെയും പറയും. നിന്റെ വീട്ടുകാരങ്ങനെ ഇല്ലായിരുന്നോ, നിന്റെ വീട്ടുകാരിങ്ങനെ ഇല്ലായിരുന്നോ, അന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലായിരുന്നു, ഇന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലായിരുന്നു. അങ്ങ് പുറത്തേക്ക് പട്ടപടാന്ന് മുട്ട വിരിയില്ല. ഈ ഓരോ മുട്ട പുറത്തേക്ക് വരിയുമ്പോഴും തിരിച്ചറിയുന്നുണ്ടോ, പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ ശക്തി കേന്ദ്രം തുറന്നു കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ഈ കാര്യം. നമ്മുടെ വായിന്റെ വാക്കുകളാൽ നമ്മൾ നീതീകരിക്കപ്പെടുകയും വായിലെ വാക്കുകളാൽ നമ്മൾ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. അബ്ദവശാൽ വന്നുപോയെന്ന് കഴിഞ്ഞ സന്ദേശം കേട്ടു. ദൂതന്റെ മുമ്പാകെ പറയുകയും അരുത്. ദൂതന്റെ മുമ്പ്. കാരണം നമ്മൾ നരകവുമായിട്ട് കണക്ഷനായി, നരകത്തിലെ പിശാചി ഭൂമിയിലേക്ക് ഇറങ്ങാനുള്ള വാതിൽ നമ്മളായി മാറി. നമ്മുടെ വീട്ടിലേക്ക് അനവധി കേറ്റിക്കരുത്. ദാ ശ്രദ്ധിച്ചേ, ഇതാ ഒരിക്കല് പല സംഭവങ്ങളുണ്ടായാലും ഒരു സംഭവം ഞാൻ പറയാം. ഇതാ ചെറുപ്പത്തില് ഒരു മോന്റെ മുമ്പിൽ ഇട്ടിട്ട് തൻ്റെ അപ്പനെ തല്ലുന്നതും അതിനുശേഷം അപ്പൻ മരിച്ചു പോകുന്നതൊക്കെ ആ കൊച്ച് കണ്ടു. ആ കൊച്ച് അപ്പനെ തല്ലുന്ന തൻ്റെ അപ്പൻ്റെ കൂട്ടുകാരനാ. അപ്പനെ തല്ലുന്ന ആ രംഗമൊക്കെ അകത്ത് തൻ്റെ മനസ്സ് സൂക്ഷിച്ചിരിക്കുക. അതുകൊണ്ട് അവൻ ബ്രൂഡ് ചെയ്യുക. തൻ്റെ അകത്തുള്ള ക്രോധം, കോപം, വൈരാഗ്യം, പകയുടെ മുകളിൽ അവൻ്റെ ചിന്തകളാൽ അവൻ പൊരുന്നിരിക്കുകയാണ്. അവൻ്റെ ശരീരം വളർന്നു. ഇതവൻ അകത്ത് പൊരുന്നിരുന്ന് പക അവൻ്റെ അകത്തിങ്ങനെ ഇരിക്കുക. എൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലുള്ളവരോട് പലരോടും ഇങ്ങനെ അകത്തിരിക്കണില്ല ഈ സാധനം. നമ്മൾ ബ്രൂഡ് ചെയ്യുക. ഒരു നാൾ ഇത് വിരിയും. ഹല്ലേലൂയ. ഒരു നാൾ ഇത് വിരിയും. അങ്ങനെ തന്നെ ബ്രൂഡിങ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ഉടനെ എടുത്ത് മാറ്റിക്കോ. ഒരു നാൾ ഇത് വിരിയും. മറ്റുള്ളവർ ചെയ്യുന്ന നെഗറ്റീവുകൾ നമ്മൾ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ അത് ഒരു നാൾ വിരിയും. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തിന്മയ്ക്ക് പകരം നന്മ ചെയ്തുകൊണ്ട് ആ ബ്രൂഡിങ് സ്റ്റേഷൻ എടുത്ത് മാറ്റണം നമ്മുടെ അകത്തുനിന്ന്. ഞാൻ മറക്കൂല. ഞാൻ എങ്ങനെ മറക്കും? മറന്നേ പറ്റൂ. ഹല്ലേലൂയ. മറന്നേ പറ്റൂ. തുടർന്ന് എന്ത് സംഭവിച്ചെന്നറിയാമോ? അവന് ഒരു 18 വയസ്സ് 20 വയസ്സ് ആ സമയത്ത് ഇത് വിരിഞ്ഞു. ആ മകൻ തൻ്റെ അപ്പനെ ഉപദ്രവിച്ച വ്യക്തിയെ കൊന്നുകളഞ്ഞു. ശ്രദ്ധിക്കുക, ഇതേപോലെ പല ചിന്തകളും നമ്മളുടെ ഉള്ളില് നമ്മൾ ബ്രൂഡ് ചെയ്തിട്ട് പിശാചിന്റെ മുട്ട വിരിയിച്ചെടുക്കുകയാണ്. പിശാചിന്റെ മുട്ട വിരിയിച്ചെടുക്കരുത്. പിശാചിന്റെ മുട്ട നമ്മൾ വിരിയിച്ചെടുത്താൽ നമ്മുടെ ജീവിതത്തിന് അത് നാശമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതാ നമ്മളുടെ ഉള്ളിൽ നിങ്ങളിത് പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മളായിട്ട് വിരിയിച്ച എത്ര പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ വായല്ലേ വിരിയിക്കണേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. വായല്ലേ വിരിയിക്കണേ? ഓൾമോസ്റ്റ് പ്രശ്നങ്ങളുടെ പുറകിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാം ഒരു മനുഷ്യന്റെ വായാണ് അത് പ്രശ്നം ഉണ്ടാക്കിയത്. അതുകൊണ്ട് വായെ സൂക്ഷിക്കണം.
കാരണം ഈ വായെന്ന് പറയുന്നത് ആത്മമണ്ഡലവും നമ്മളെന്ന് പറയുന്നത് മനുഷ്യനെ, ശ്രദ്ധിക്കുക, മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ ഒരു ഭാഗത്ത് ആത്മമണ്ഡലമാണ്. ദൈവവും ദൈവരാജ്യം പൈശാചിക രാജ്യം അവിടെയുണ്ട്. അവന്റെ മറുഭാഗത്ത് ഭൂമിയാണ്. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ബ്രിഡ്ജായിട്ടാണ് അവന് ദൈവം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അപ്പോ ഇവന്റെ അകത്ത് പൈശാചിക ലോകമുണ്ട്, ദൈവത്തിന്റെ രാജ്യമുണ്ട്. രണ്ട് നിക്ഷേപങ്ങളുണ്ട് ഇവന്. നല്ല നിക്ഷേപമുണ്ട്, ചീത്ത നിക്ഷേപമുണ്ട്. ഇവൻ ഇതിൽ നിന്ന് ഏതിൽ നിന്ന് എടുക്കുന്നു എന്ന് ദൈവം നോക്കുകയാണ്. ഇവൻ നല്ലതിൽ നിന്ന് എടുത്താൽ അവന് ദൈവം നല്ല മനുഷ്യനെന്ന് പേരിടും. ഇവൻ ചീത്തയിൽ നിന്ന് എടുത്താൽ അവന് ദൈവം ചീത്ത മനുഷ്യനെന്ന് പേരിടും. എന്നിട്ട് ദൈവത്തിന്റെ വചനം പറയാ, നീ നല്ലതിൽ നിന്നും ചീത്തതിനും കൂടെ ഒരുമിച്ചെടുക്കാൻ പാടില്ല. നിന്റെ വായിലൂടെ കയ്പും മധുരവും ഒരുമിച്ച് പുറത്തേക്കിറങ്ങാൻ പാടില്ല. നമ്മളിത് തിരിച്ചറിയണം. നമ്മളാണ് ഈ ഭൂമിയുടെ ഭരണം തിരിക്കേണ്ടത് ദൈവത്തിന് വേണ്ടി. നമ്മുടെ പ്രവർത്തന രീതി മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഹല്ലേലൂയ. അപ്പോ മറ്റുള്ളവരുടെ ജഡിക വാക്കുകളിൽ മേൽ നമ്മൾ ചിന്തിച്ച് ഇതൊന്നും നമ്മൾ അറിയില്ല കേട്ടോ. കാരണം ആ മണ്ഡലത്തെ കുറിച്ച് നമുക്ക് കയറാൻ പ്രയാസമാണ്. പക്ഷെ വീണ്ടും ജനിച്ചവർ കയറാൻ പറ്റും. പക്ഷെ വീണ്ടും ജനിച്ചവർക്ക് അതിൻ്റെ കയറാനുള്ള സ്റ്റഫോ രീതി അറിയില്ല. നമ്മളുടെ ചിന്തകൾ ഉപയോഗിച്ച് നമ്മുടെ ഉള്ളിലുള്ള ജഡിക ചിന്തകളുടെ മേൽ നമ്മൾ പൊരുന്നിരിക്കുകയാണ്. എന്നിട്ട് അതിനെ വിരിയിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നരകം കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ചോദിക്കും അതിന് പരിഹാരം എന്താണുള്ളത്? അതിന് പരിഹാരം പുതിയ സൃഷ്ടിയിൽ ഓൾറെഡി ഉണ്ട്. പുതിയ സൃഷ്ടിയിൽ അതിന് പരിഹാരമുണ്ട്. നമ്മൾ ഇതിലേക്കൊക്കെ വരണമെങ്കിൽ ഒരു അല്പസമയമെടുക്കും. നമ്മൾ തന്നെ ഇതൊന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് ഡിസിപ്ലിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതേ കർത്താവ് പറഞ്ഞ ബലാത്കാരികളാണ് ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നത്. സ്ട്രൈവ് ടു എൻ്റർ ത്രൂ ദ നാരോ ഡോർ. ഇടുക്ക് വഴിയിലൂടെ കടപ്പാൻ പോരാടുക. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത നിങ്ങൾക്ക് വേറെ രീതിയിൽ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് വരച്ച ആ രീതിയിൽ നിങ്ങൾക്കൊന്ന് കാണിക്കാം. ഓ ഫാദർ, വി താങ്ക് യു. ഇത് പ്രാവിൻ മുട്ടയാണ്. പ്രാവിൻ മുട്ട. പിശാച് നമ്മുടെ ഉള്ളിൽ ജഡത്തിന്റെ ചിന്തകളാൽ മുട്ടയിട്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവവും നമ്മുടെ ഉള്ളിൽ മുട്ടയിട്ടു. ആത്മാവിന്റെ ചിന്തകളാൽ മുട്ടയിട്ടു. ഹല്ലേലൂയ. അതിനെയാണ് ഈ പ്രാവിൻ മുട്ട കാണിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇപ്പോൾ ലോഡ് ചെയ്തത്. പ്രാവിൻ മുട്ട നമ്മുടെ ഉള്ളിലുണ്ട്. ഇതാ ദൈവത്തിന്റെ വചനം പറഞ്ഞത്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ട് എങ്കിലോ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ആഹാ. അപ്പൊ പൗലോസിന് രണ്ട് കണ്ടുപിടുത്തം കിട്ടിയല്ലേ? ഓൾറെഡി അതിനു മുമ്പ് 7-ാം അധ്യായത്തിൽ അദ്ദേഹത്തിന് ദൈവം കൊടുത്ത കണ്ടുപിടുത്തമാണ് എൻ്റെ അകത്ത് പാവം വസിക്കുന്നു എന്ന്, എൻ്റെ ജഡത്തിൽ. ഇത് 8-ാം അധ്യായത്തിലേക്ക് വന്നപ്പോ കണ്ടുപിടിച്ച മറ്റൊരു കണ്ടുപിടുത്തം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. അപ്പൊ ക്രിസ്തുവിന്റെ സ്വഭാവം ഓൾറെഡി നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? റോമ 8:9 വായിച്ച്. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവർ അല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്നാ സ്വഭാവം ഉണ്ട്? ആത്മസ്വഭാവം ഉണ്ട്. അപ്പൊ ഞാൻ കർത്താവോട് ഇവിടുന്ന് ചോദിച്ചത്, അപ്പൊ ജഡസ്വഭാവം ഓൾറെഡി ഉണ്ടെന്നാണല്ലോ തൊട്ട് താഴെ പറഞ്ഞേ. അപ്പൊ ഇപ്പൊ എന്താ പറഞ്ഞ അതില്ലെന്ന് പറയണേ? അതിന്റെ കാരണം ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിയിൽ ദൈവം കാണുന്നത് ആത്മസ്വഭാവമേ ഉള്ളൂ. കാരണം ദൈവത്തിന്റെ ചിന്തയിൽ, നമ്മുടെ ചിന്തയിൽ അതവിടെ തന്നെ ഉണ്ട്. പക്ഷെ ദൈവത്തിന്റെ ചിന്തയിൽ ജഡസ്വഭാവം നേരത്തെ ഉണ്ടായതല്ലേ. ദൈവത്തിന്റെ ചിന്തയിൽ പഴയത് കഴിഞ്ഞു പോയി. ഇനി ദൈവം പഴയത് കാണാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ഉള്ളില്.
ദൈവം നമ്മളിനി പഴയത് കാണാൻ പഴയത് അവിടെ ഉണ്ട്. പക്ഷെ ദൈവത്തിന്റെ ചിന്തയില് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞു പോയി. ഇതിനൊക്കെ ദൈവം തന്നെ കാരണഭൂതൻ. ഹല്ലേലൂയ. എന്റെ ദൃഷ്ടിയിൽ അത് പോയി. ഇത് നീ അങ്ങ് ഉപേക്ഷിച്ചാൽ മതി, അതിനെക്കുറിച്ച് നിൽക്കണ്ട, നീ അങ്ങ് അതിനെ ഉപേക്ഷിച്ചാൽ മതി. നമുക്ക് ഇച്ചിരി പ്രയാസമുണ്ട് ഈ ഭാഗമൊക്കെ മനസ്സിലാക്കാം, കാരണം നമുക്കിത് പറഞ്ഞു തരാൻ ആളില്ലായിരുന്നു. അപ്പൊ ഈ 2 മുട്ട നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതില് നമ്മൾ ജഡത്തിൻ്റെതാണ് വിരിയിച്ച് പുറത്തേക്ക് എടുക്കണതെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് പിശാചിനെയാണ്, നരകത്തെയാണ്. ആത്മാവിന്റെ ചിന്തയാണ് നമ്മൾ വിരിയിച്ച് പുറത്തേക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് ദൈവത്തെയാണ്. അങ്ങനെ കൊണ്ടുവന്ന ആളുടെ പേരാണ് ക്രിസ്തു. ആത്മാവിന്റെ ചിന്തിച്ച് ഇതാ ക്രിസ്തു സ്വർഗസ്ഥ പിതാവിനെ തന്നിലൂടെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഹല്ലേലൂയ. എന്നാൽ യാക്കോബിന്റെ ലേഖനം പറയുകയാണ്, നമ്മളുടെ ഈ നാവിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഓ ഫാദർ, വി താങ്ക് യു. Lord, I love you. മൂന്നിന്റെ 6 വായിച്ച്. ജെയിംസ് ചാപ്റ്റർ 3 വേർഡ് 6 ഓൺവേഴ്സ്. നാവും ഒരു തീ തന്നെ, അതു നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിനെ തീ പിടിക്കുകയും ചെയ്യുന്നു. മതി, നിർത്ത. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ, നമുക്ക് കുറെ അംഗങ്ങളുണ്ട്, ശരീരത്തിൽ കുറെ അംഗങ്ങളുണ്ട്, അവയവങ്ങളാ. അംഗങ്ങളുടെ കൂട്ടത്തിൽ നാവിനെ കുറിച്ച് പറയാണ്, അനീതി ലോകവുമായി കണക്ട് ചെയ്യപ്പെടുകയാണ്. നാവ് അനീതി ലോകവുമായി കണക്ട് ചെയ്യുകയാണ്, ദുഷ്ടന്റെ പൈശാചിക കിങ്ഡവുമായി കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ദേഹത്തെ മുഴുവൻ മലിനമാക്കി. ഇതാണ് പറഞ്ഞ, നാവിനൊന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ അസുഖങ്ങളിൽ നല്ലൊരു പങ്ക് ഒഴിവാക്കാം. ശരീരത്തിലെ അസുഖങ്ങളിൽ നല്ലൊരു പങ്കും ഒഴിവാക്കാം. ഹല്ലേലൂയ. പൈശാചിക ലോകവുമായി നാവ് കണക്ഷനുണ്ട്. അവിടുന്ന് പൈശാചികമായ ചിന്തകൾ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് അത് നമ്മളിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അത് ഇറങ്ങി നമ്മുടെ ശരീരത്തിലൂടെയാ. ആ ശരീരം മുഴുവൻ അശുദ്ധമാകും. ഇതാണ് സഭാപ്രസംഗം E56 പറയുന്നേ. E56 എന്നാ പറയണേ? E56 എന്നാ പറയണേ? എക്ലീസിയാസ്റ്റസ് ചാപ്റ്റർ 5 വേഴ്സ് 6 എന്താ പറയണേ? നിന്റെ വായ നിന്റെ ശരീരത്തിന് പാപകാരണമായി തീരരുത്, രോഗമായി തീരരുത്. അബ്ദവശാൽ വന്നുപോയി എന്ന് ദൂതന്റെ മുമ്പിൽ നീ പറയരുത്. പുറത്തേക്ക് ഇറങ്ങിയത് ദൂതനാ. നീ വാവുകൊണ്ട് അനാവശ്യം പറഞ്ഞപ്പോ അവൻ ഇറങ്ങിയ ഡ്യൂട്ടി ചെയ്തിട്ട് പോവും. ആത്മലോകത്തുനിന്ന് നീ പുറത്തേക്ക് ഇറക്കിയത് ദൂതനെയാ, പിശാചിനെ നീ ഇറക്കിയേ. ഹല്ലേലൂയ. അതുപോലെ ദൈവദൂതന്മാരെ നമുക്ക് ഇറക്കാൻ പറ്റും. ഹല്ലേലൂയ. കാരണം നമ്മുടെ പ്രവർത്തന രീതി അതാ. എന്നിട്ട് നിന്റെ ശരീരം അയ്യോ അവിടെ വേനെടുക്കണേ, ഇവിടെ വേനെടുക്കണേ, ഇവിടെ വേനെടുക്കണേ എന്ന് പറയരുത്. തൊട്ട് നോക്കണം. അതിനു മുമ്പ് നീ എന്താ പറഞ്ഞേ? വായിച്ച ഭാഗം. നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണമായി തീരരുത്. വായാണ് ചെങ്കോൽ. വായെന്ന വടി കൊണ്ട് അവൻ അതിനെ അടിക്കും.
ആര്? ക്രിസ്തു. വായ ഭരിക്കുന്ന ചെങ്കോല നമ്മുടെ ദൈവം തന്നേക്കണ ചെങ്കോല. അവ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ ബലം നിയോഗിച്ചിരിക്കുന്നു. കയ്യിലും കാലിലും അല്ല, വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. അപ്പൻ എല്ലാം ഉണ്ടാക്കിയത് വാ കൊണ്ടാ. ഉണ്ടാക്കട്ടെ. അതുകൊണ്ട് അപ്പന്റെ മക്കളും വാ കൊണ്ടാ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഹല്ലേലൂയ. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ എന്നെ അനുകരിപ്പാൻ ദൈവം പറയണേ. നമ്മുടെ ജീവിത രീതി തിരിച്ചറിയണം. എന്നിട്ട് ഇവിടെ പറയാണ്, അത് നാവ് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകവുമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. നരകത്താൽ തീ പിടിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ നമ്മൾ മനസ്സിലാക്കിക്കോളാം, പൈശാചിക ലോകത്ത് നിന്ന് നമ്മൾ, അതായത് അത് ആത്മലോകമാ, നമ്മളുടെ സോളിലെ ചിന്തകളിലൂടെ നമ്മൾ പൊരുന്നിരുന്ന് അകത്തിട്ടിട്ടുള്ള ആ ചിന്തകൾ, പിശാചിനെ പുറത്തിറക്കാൻ തക്കവണ്ണമുള്ള ചിന്തകൾ നമ്മൾ ബ്രൂഡ് ചെയ്ത് പുറത്തിറക്കുക. അങ്ങനെ പുറത്തിറങ്ങി കഴിയുമ്പോ നമ്മൾ ഈ ആത്മലോകം അറിയുന്നില്ല. നമ്മളുടെ വാക്കുകളാൽ തന്നെ നമ്മൾ തളർന്നിരിക്കും, തളർന്നു പോകും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ചില വാക്കുകളൊക്കെ പറഞ്ഞതിന് ശേഷം വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ഒരു കയ്പ് അവനവന് തന്നെ ഫീൽ ചെയ്യാണ്. നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. നമ്മുടെ രീതി, കഴിഞ്ഞ സന്ദേശം നിങ്ങളോട് പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ഇതാ അവന്റെ അടുക്കൽ, അതിനുശേഷം ദൈവമാണ് എല്ലാം കൽപ്പിക്കുന്നത്, എല്ലാം പറയുന്നുണ്ടാകുന്നു. മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് പിന്നെ ദൈവം പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് പിന്നെ ദൈവം പറയുന്നില്ല. പിന്നെ എല്ലാം മനുഷ്യനാ പറയേണ്ട ദൈവത്തിന് വേണ്ടി. ദൈവം മനുഷ്യനോടെ പറയുള്ളൂ, മനുഷ്യനാണ് ഇതിനെ പറയണ്ടേ. എൻ്റെ മക്കളെ, നമ്മുടെ പ്രവർത്തന രീതിയൊക്കെ മനസ്സിലാക്കുക. ഇത് ടെസ്റ്റ്, ഇത് ട്രെയിനിങ് പീരീഡാണ്. ഇവിടെ വെച്ച് പഠിച്ചില്ലെങ്കിൽ അടുത്ത ഫേസിൽ കയറുമ്പോൾ നമ്മുടെ തേജസ് ഏറ്റവും കുറഞ്ഞിരിക്കും, അല്ലെങ്കിൽ കയറ്റൂല. ഇതിനു മുമ്പുള്ള ലോകം ദൂതന്മാരുടെ ലോകം, ഇപ്പോഴുള്ളത് മനുഷ്യരുടെ ലോകം, അടുത്ത് വരുന്നത് ദൈവപുത്രന്മാരുടെ ലോകം. ഹല്ലേലൂയ. ഇനി അവിടെ വാഴേണ്ടവരാ ഞാനും നിങ്ങളും. ഹല്ലേലൂയ. അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നവരെ ദൈവം സംസാരിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം പിന്നെ ദൈവമല്ല സംസാരിക്കുന്നത്, ദൈവത്തിന് വേണ്ടി മനുഷ്യൻ സംസാരിക്കുന്നു. അതങ്ങനെ ആയിത്തീർന്നു. വെളിച്ചം ഉണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. പിന്നെ ഓരോന്ന്, ഇത് ആകാശവിധാനം, ഭൂമിയിൽ വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ. അല്ലാതെ JCB വിളിച്ചോണ്ട് വന്നിട്ട് എല്ലാം മാന്തി ഒരു സ്ഥലത്ത് കൂട്ടിയതല്ല. വാഗൊണ്ട് പറഞ്ഞോളൂ, അത് സംഭവിച്ചു. മനസ്സിലായോ? ഹല്ലേലൂയ. പകുതി വെള്ളം മുകളിലേക്ക്, പകുതി വെള്ളം താഴേക്ക്, വെള്ളങ്ങളുടെ കൂട്ടം സമുദ്രം. മുകളിലേക്ക് പോയ വെള്ളം ഇന്ന് അവിടെ നിൽക്കുകയാണ്, അതിൻ്റെ ഇടയിൽ ആകാശം. ഹല്ലേലൂയ. നോഹയുടെ സമയത്ത് ദൈവം പറഞ്ഞു, ആകാശത്തിലെ കിളിവാതിൽ അവിടെ നിന്ന് വെള്ളം പോരട്ടെ, ഇവിടെ നിന്നും വെള്ളം പോരട്ടെ, രണ്ടിടത്തുനിന്നും വെള്ളം പോരട്ടെ. ആകാശത്തിലെ കിളിവാതിലും തുറന്നു, താഴെ നിന്നും തുറന്നു, രണ്ടെണ്ണം തുറന്നു. ഹല്ലേലൂയ. വെള്ളം രണ്ടിടത്തുണ്ട്. ദൈവം എന്ത് പറഞ്ഞതെല്ലാം സംഭവിച്ചു. പക്ഷെ മനുഷ്യനുണ്ടാക്കിയതിനു ശേഷം ദൈവം ഈ പരിപാടി നിർത്തി മനുഷ്യനെ ഏൽപ്പിച്ച പരിപാടി മൊത്തം. ഇനി നീ പറഞ്ഞാൽ മതി ഉണ്ടാവും. നീ ചോദിക്കുക എന്താ തെളിവെന്ന്. മൃഗങ്ങളെ ഉണ്ടാക്കിയ മൃഗങ്ങളെ കൊണ്ടുവന്നിട്ടു മനുഷ്യനോട് പറഞ്ഞോളാൻ പറഞ്ഞു. മനുഷ്യൻ പറഞ്ഞതൊക്കെ അതിന് പേരായി. മനുഷ്യൻ പറഞ്ഞതൊക്കെ അതിന് പേരായി. എന്താണോ പറഞ്ഞത് അങ്ങനെ തന്നെ. ഹല്ലേലൂയ. തന്റെ ഉള്ളിൽ നിന്ന് വാരിയെടുത്ത ഒരു സ്ത്രീയെ ആക്കി കൊണ്ടുവന്നു. മനുഷ്യൻ ഉറങ്ങി കിടക്കുക, ഗാഠനിദ്ര. എഴുന്നേരോട് പറഞ്ഞു, പേര് നീ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, മാംസമുള്ള മാംസോ, നിനക്ക് നാരി എന്ന് പേരാകും. അത് അതിനും പേരായി. മനുഷ്യൻ എന്ത് പറഞ്ഞോ അത് അതിന് പേരാകാണ്. കാരണം നീയാണ് ഭൂമിയെ വാഴേണ്ടേ ദൈവത്തിന് വേണ്ടി. ദൈവത്തിന്റെ മകനാണ് നീ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നീ എന്ത് പറയുന്നുവോ അതാണ് അരുളപ്പാട്. ഹല്ലേലൂയ. ചെങ്കോല നീട്ടി പറയുക, വായെന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിച്ചു. നമ്മളാരും തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഇന്ന് നമ്മൾ വീണു, ആ മണ്ഡലത്തിൽ വീണു. അതുകൊണ്ട് തെറ്റായുള്ളത് നമ്മുടെ അകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവരരുത്. തെറ്റായതുള്ളത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നാശമാകും. ഇതാണ് സദൃശവാക്യം 18:21 പറയുന്ന, ജീവനും മരണവും നിന്റെ നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. വായിച്ചേ. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. മരണവും ജീവനും നിന്റെ നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. നമ്മളെ കുറിച്ചാ പറയണേ, നാവിന്റെ അധികാരത്തിലിരിക്കണേ.
കാരണം ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണ് നമ്മള്. ഇനി നമ്മൾ നേരത്തെ വായിച്ച ജെയിംസ് ചാപ്റ്റർ 3:6 3:6 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് വായിക്കാം. മൃഗം, പക്ഷി, ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിക്ക് മെരുങ്ങുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവതല്ല. അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. കണ്ടോ നമ്മുടെ നാവിന്റെ പ്രത്യേകത കണ്ടോ? മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാദൃശ്യത്തിലുണ്ടാക്കിയ മനുഷ്യരെ അതിനാൽ ശാപിക്കുന്നു. എന്നിട്ട് പറയാണ്, ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. നിങ്ങൾ ക്വാളിഫൈ ആകത്തില്ല. ഒരു വായിൽ നിന്ന് തന്നെ ശാപവും വരുന്നു. അപ്പോൾ തന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് വർക്ക് ചെയ്യത്തില്ല. ഈ യൂണിറ്റ് വർക്ക് ചെയ്യത്തില്ല. ദൈവത്തിന്റെ മക്കളുടെ വായിൽ ശാപമൊന്നും വരത്തില്ല, അനുഗ്രഹമേ വരൂ. ദൈവത്തിന്റെ വാക്കുകളെ വരൂ. ഇതങ്ങനെയല്ല. കുറച്ചു നേരം ഇതാ കടന്നു വരുന്നു നല്ല വാക്കുകൾ, പിതാവായവനെ സ്തുതിക്കുന്നു. അതിനുശേഷം പലപ്പോഴും ശാപത്തിന്റെ വാക്കുകൾ കടന്നു വരുന്നു. അവിടെ ദൈവത്തിന്റെ വചനം പറയാം, ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? അപ്പോ നമ്മുടെ വായ ദൈവം എന്തിനാണോ ഉപമിച്ചിരിക്കുന്നേ? ഒരു ഉറവ്. എന്റെ ഒപ്പം ഉണ്ടോ? ഒരു ടൈറ്റിലാന്ന് തോന്നുന്നു അല്ലേ? ഒരു ഉറവ്. നമ്മുടെ വായ ദൈവം എന്തിനാണോ ഉപമിച്ചിരിക്കുന്നേ? ഒരു ഉറവ്. മനസ്സിലായോ? എവിടെ നിന്നുള്ള ഉറവ്? ആത്മലോകത്തു നിന്നുള്ള ഉറവ്, ദൈവരാജ്യത്തു നിന്നുള്ള ഉറവ്, പൈശാചിക രാജ്യത്തുള്ള ഉറവ്. അതാണ് നമ്മുടെ വായ. മനസ്സിലായോ? അതിൽ നിന്ന് രണ്ടും കൂടി വരാൻ പാടില്ല. രണ്ടുറവും കൂടി കയറാൻ പാടില്ല. അത് വർക്ക് ചെയ്യില്ല. ഇതാ പറഞ്ഞ, അത് യോഗ്യമല്ല. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് കയ്പും മധുരവും ഒരുമിച്ച് വരാൻ പാടില്ല. അങ്ങനെ ഒരുമിച്ച് വന്നാൽ നീ ഉഷ്ണവാനോ അല്ല ശീതവാനോ അല്ല. ശീതോഷ്ണവാനാകിയാൽ നീ യോഗ്യനല്ല, നിന്നെ തുപ്പിക്കളയും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് ഉറവാണ്. നമ്മുടെ വായ ഒരു ഉറവാണ്. ഇനി സൂക്ഷിച്ചോളണം, ഇത് ഉറവാണ്. ഈ ഉറവിലൂടെ മധുരം മാത്രമേ വരാൻ പാടുള്ളൂ. ദൈവത്തിന്റെ വാക്കുകളെ പുറത്തേക്ക് വരേണ്ടേ. ദൈവത്തിന് ഭൂമിയിൽ ഭരണം നടത്തേണ്ട വാക്കുകളാണ് ഈ ഉറവിലൂടെ പുറത്തേക്ക് വരേണ്ടേ. ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇത് വളരെ ശ്രദ്ധിച്ചു വേണം നമ്മളായിരിക്കുവാൻ, നമ്മൾ മനസ്സിലാക്കുവാൻ. ഹല്ലേലൂയ. അപ്പോ ഈ ഒരു ചിന്ത നാം മനസ്സിലാക്കി നാം പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. ഇനി ഞാൻ നിങ്ങളോട് പറയാം, സമയത്തിന്റെ കുറവ് മൂലം അതങ്ങ് കുറയ്ക്കട്ടെ. കാരണം നമുക്കിന്ന് തിരുവത്താഴ് ശുശ്രൂഷ ഉള്ളതുകൊണ്ട് മുമ്പോട്ടേക്ക് അധികം പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പ്രിയ കുഞ്ഞുങ്ങളെ, ഓ ഫാദർ വി താങ്ക് യു. നമ്മളിങ്ങനെ പൊരുന്നിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളില് അടുത്തതിൽ ആ മുട്ടയിൽ നിന്ന് പാമ്പ് പുറത്തേക്ക് വരിക. പൊരുന്നിരിക്കുമ്പോൾ നമ്മുടെ അകത്തെ ജഡചിന്തകൾ, മറ്റുള്ളവരുടെ വാക്ക്, സന്ദേശം പൊരുന്നിരുന്ന് അകത്തുനിന്ന് ജഡം പുറത്തേക്ക് കൊണ്ടുവരരുത്. പകരം എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവത്തിന്റെ വചനം പറയുന്നൊരു കാര്യമാണ്. റോമ 12:17 പറയാണ്, ആരെങ്കിലും നിങ്ങൾക്കെതിരെ തിന്മ ചെയ്തു. നോർമലി നമ്മുടെ നാച്ചുറൽ ഇൻസ്റ്റിക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ അത് ചിന്തിച്ച് അവർക്കെതിരെ, നീ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടേടി, നിനക്ക് ഞാൻ വെച്ചിട്ട് ഉണ്ട്. നമ്മൾ ആ ചിന്തയിൽ അടയിരിക്കാൻ തുടങ്ങും. എവിടെ? നമ്മുടെ ഉള്ളിലെ കോപത്തിലും ക്രോധത്തിലും അസൂയയിലും പകയിലും കൂടി അടയിരിക്കും. അത് ഇരുന്ന് വിരിയും. പക്ഷെ കർത്താവിന്റെ വചനം പറയുന്നു, അങ്ങനെ അടയിരിക്കണ്ട. വായിക്കേ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ. ഞാനിപ്പോ സിജുവിന് തിന്മ ചെയ്തേ, പക്ഷെ സിജു തിന്മ ചെയ്യാൻ ചിന്തിക്കണില്ല. തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കുക. സകല മനുഷ്യരോട് സമാധാനം ആയിരിക്കുക. വെളിയിൽ മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിലെ ബ്രൂഡിങ്ങിൽ അവരുടെ സമാധാനമായിരിക്കണം. അല്ലാണ്ട് നിന്നെ ഞാൻ എടുത്തോളാടാ എന്നുള്ള ചിന്തയല്ല അകത്ത്. സമയം വരും, ഞാൻ അന്ന് ശരിയാക്കി തരാം, ഇത് എന്റെ കൈ കിട്ടുമല്ല. നമ്മൾ അകത്ത് അങ്ങനെ ബ്രൂഡ് ചെയ്ത് ആർക്കാ നഷ്ടം? നമുക്ക് തന്നെ നഷ്ടം. കാരണം നമ്മൾ എന്ത് ബ്രൂഡ് ചെയ്യുന്നു അത് വിരിയും. അങ്ങനെ നമ്മുടെ ഉറവിന്റെ ദ്വാരത്തിൽ നിന്ന് അതങ്ങ് പുറത്തു വരും. അപ്പോൾ നമ്മൾ അയോഗ്യരാകും ദൈവസന്നിധിയിൽ. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് രണ്ടും വരാൻ പാടില്ല, ഒന്നേ വരാൻ പാടുള്ളൂ. ഹല്ലേലൂയ.
പ്രിയ സഹോദരങ്ങളെ, വീണ്ടും വായിച്ച് 1 പത്രോസ് 3:9. 1 പത്രോസ് 3:9. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ജീവനെ ആഗ്രഹിക്കുകയും, അത് 10 അല്ലേ, 9 വായിക്കേ. ദോഷത്തിനു പകരം ദോഷവും ശകാരത്തിനു പകരം ശകാരവും ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. ശ്രദ്ധിച്ചേ, ദോഷത്തിന് പകരം ദോഷം കൊണ്ട് ബ്രൂഡ് ചെയ്യരുത്, ശകാരത്തിന് പകരം ശകാരം കൊണ്ട് ബ്രൂഡ് ചെയ്യരുത്. അനുഗ്രഹം അവകാശമാക്കാനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളണം? മധുരത്തിന്റെ ഉറവയിൽ നിന്ന് കൊടുക്കണം. നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ, അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. മനസ്സിലാവുന്നുണ്ടോ? മെത്തേഡ് പറഞ്ഞു തരിക എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ. ജീവിതത്തിൽ നശിച്ചു പോകാതിരിക്കാനുള്ള മെത്തേഡ് പറഞ്ഞു തരികയാ. അല്ലാതെ വീട്ടിൽ പിന്നെ പിശാചി കയറി ഇറങ്ങിയിട്ട് അവൻ പലതും ഉണ്ടാക്കിയിട്ട് പിന്നെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം, അതുകൊണ്ട് സൂക്ഷിക്കുക. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പലരും പറയും, ബ്രദറെ എൻ്റെ അമ്മായിയമ്മയോട് മാത്രം അങ്ങനെ പറയരുത്, എനിക്ക് ഭയങ്കര പ്രയാസ. ചിലർക്ക് അങ്ങനെ എൻ്റെ അമ്മായിയപ്പനോട് മാത്രം എനിക്ക് അങ്ങനെ പറ്റില്ല, പ്രയാസ. അയ്യോ, അയാളോടോ, എൻ്റെ ആ ഭർത്താവിനോടോ ഞാൻ കോലൊടിച്ചിട്ടിരിക്കുക, അയാൾ എന്തുമാത്രം ദ്രോഹിച്ചെന്നറിയോ, ഇങ്ങനെ പലർക്കും പറയാനുണ്ടാവും. അപ്പോൾ ശരിയാ, മനുഷ്യൻ്റെ ബലഹീനത. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നൊരു ചിന്ത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? നിങ്ങൾ ഫേക്ക് ചെയ്യണം. ഫേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളങ്ങ് അഭിനയിക്കണം. അല്ല, നിങ്ങൾക്ക് പറ്റില്ല, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അയാളെ സ്നേഹിക്കാൻ പറ്റണില്ല, എന്തൊക്കെ നോക്കിയിട്ട് അയാൾ എന്നോട് ചെയ്തത് ഓർക്കുമ്പോൾ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? പറ്റണില്ലല്ലോ, നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തോട് സ്നേഹം അഭിനയിക്കണം. ശ്രദ്ധിക്കുക, കുറച്ച് നാൾക്കുള്ളിൽ അത് സ്നേഹമായി മാറിക്കോളും. സ്നേഹം ഒന്ന് അഭിനയിക്കാൻ ശ്രമിക്കുക, കുറച്ച് നാൾക്കുള്ളിൽ അത് സ്നേഹമായി മാറിക്കോളും. സ്നേഹം അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് നാച്ചുറലി പറ്റുന്നില്ല. അപ്പോ ആ വ്യക്തിയോട് സ്നേഹമായി നിങ്ങൾ അഭിനയിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾ അദ്ദേഹത്തിന് സ്നേഹമല്ലേ വിതച്ചേ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും തിരിച്ച് സ്നേഹം ചെടി വളരും, തിരിച്ചിങ്ങോട്ടേക്ക് സ്നേഹം വരും. അങ്ങനെ നിങ്ങളുടെ ഉള്ളിലും സ്നേഹമാകും. കുറച്ച് നാൾക്കുള്ളിൽ ഇത് റൈറ്റായ സ്നേഹത്തിലേക്ക് വരും. ഞാൻ നിങ്ങളൊരു ഫലിത കഥ പറയട്ടെ. ഒരു ഫലിതമാണേ. ഞാനൊക്കെ പഠിക്കാൻ ദൈവനെ സഹായിച്ചത് സെൻറ് ആൽബർട്ട്സ് കോളേജിൽ എറണാകുളം. അപ്പോൾ സെൻറ് ആൽബർട്ട്സ് കോളേജ് എറണാകുളത്ത് പഠിക്കുന്ന സമയത്ത് ഞങ്ങളവിടെ ക്രിക്കറ്റ് കളിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൽ നിന്ന് കൊട്ടും പാട്ടുമൊക്കെ കേൾക്കാം. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ കലാഭവൻ്റെ ട്രെയിനിങ്ങാണ്. കലാഭവൻ എന്ന് പറയുന്ന മ്യൂസിക് ട്രൂപ്പിൻ്റെ ട്രെയിനിങ്ങാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എൻ്റെ അകത്തേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന മരിച്ചുപോയ ഒരു സിനിമാ നടനുണ്ട്, ഒരു മണിയോ എന്താ പറഞ്ഞോണ്ട്, പിന്നെ നമ്മുടെ ജയറാമുണ്ട്. ഇതൊക്കെ അന്നത്തെ യുവാക്കന്മാരെ പിള്ളേർ. അപ്പോൾ ഇവരൊക്കെ അവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യണേ. ജയറാം നമ്മുടെ പെരുമ്പാവൂരുകാരനാണ്. അപ്പോൾ ഇദ്ദേഹത്തെ എനിക്ക് ഓർമ്മ വരുന്നേ പെട്ടെന്ന്. കാരണം ഈ ജയറാം അന്ന്, നിങ്ങളെന്നെ കളിയാക്കോ സിനിമയുടെ കാര്യം പറഞ്ഞു ശ്രദ്ധിച്ചേ, കോളേജിലെ കാര്യമായിട്ട് കൂട്ടിയാന്ന് കേട്ടോ. ജയറാം അന്ന് ആ ഭാഗത്തൊക്കെ വരും. അപ്പം ജയറാം പയ്യനാ. പക്ഷെ അന്ന് ഈ പാർവതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പാർവതിയും ജയറാമും പല സമയങ്ങളിലും ഇവരെ സിനിമയിൽ അഭിനയിക്കുമായിരുന്നു. ഭാര്യ ഭർത്താവായിട്ട് അഭിനയിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടു ആ അഭിനയം യാഥാർത്ഥ്യമായെന്ന്. പാർവതി ജയറാമിൻ്റെ ഭാര്യയായി മാറി. ഒരു ഫലിത കഥയാണെങ്കിലും പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിച്ചേ, ഒരാളെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾ എന്ത് ചെയ്യുക? എത്രയോ പറ്റാത്ത കാര്യങ്ങൾ ആളുകൾ അഭിനയിച്ച് ചെയ്യുന്നു അല്ലേ? നിങ്ങളൊന്ന് തുടങ്ങിക്കോ. ഓട്ടോമാറ്റിക് നിങ്ങൾ ആ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയാകും. കർത്താവ് യേശു ഇങ്ങനെ പറഞ്ഞു, നിന്റെ ശത്രുവിനെ. അപ്പൊ ആളാരാ? ശത്രുവാ. സ്നേഹിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടല്ലേ? ശത്രുവിനെ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടല്ലേ? പക്ഷെ കർത്താവ് പറഞ്ഞു ശത്രുവിനെ സ്നേഹിക്കാൻ. അഭിനയിക്കാനല്ല പറഞ്ഞേ, സ്നേഹിക്കാൻ. നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം അഭിനയിച്ചെങ്കിലും ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വരാനായിട്ട് അത് സഹായകരമായി തീരും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ.
അപ്പോ നമ്മളെ അസാധ്യമായ കാര്യങ്ങളെ ചെയ്തെടുക്കാനുള്ള ഒരു സഹായമാണിത്. ഹല്ലേലൂയ. അപ്പോ നിങ്ങൾ ഈ കാര്യം മറക്കാതിരിക്കാൻ, ഓ ഫാദർ വി താങ്ക് യു. മത്തായിയുടെ സുവിശേഷം 43 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ്. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയേ. ഇത് ജയറാമിൻ്റെ ഒക്കെ ചെറുപ്പകാലത്തിലെ പിക്ചറാ. ഇപ്പോൾ ഇവരൊക്കെ ആളൊക്കെ രൂപമൊക്കെ മാറിപ്പോയി. ഇതൊക്കെ ഞങ്ങളൊക്കെ കളിച്ച് വളർന്നുകൊണ്ടിരുന്നപ്പോൾ, കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവരും അതേ കാറ്റഗറിയിലായിരുന്നു. ഇപ്പോൾ ഈ 2 യുവാവ് യുവതിയും അവര് കുടുംബമായി മക്കളൊക്കെ വലിയ പിള്ളേരൊക്കെ ആയിട്ട് ആയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കർത്താവ് യേശുക്രിസ്തു പറയുകയാണ് ഇവിടെ എന്ത് ചെയ്യണമെന്നറിയാമോ? നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് ശത്രുവിനെ പായിക്കുക എന്ന് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മത്തായി 5:43. നിർത്തി ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പ്രൈസ് ഗോഡ്, വെരി ഗുഡ്. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്ക എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എവിടെ? പഴയ നിയമത്തിൽ. പക്ഷേ ഇപ്പോ എന്റെ സിസ്റ്റം വേറെയാ. പുതിയ നിയമത്തിൽ പുതിയ സൃഷ്ടിയുടെ സിസ്റ്റമാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? താഴേക്ക്. ഞാനോ നിങ്ങളോട് പറയുന്നു, നമ്മളുടെ രക്ഷാനായകനായ, നമ്മളുടെ ആൽഫ ആൻഡ് ഒമേഗയായ ക്രിസ്തു പറയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. ഇവിടെയാണ് ആളുകൾ പെട്ടുപോണേ, സ്നേഹിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്. നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പേൻ. അപ്പോ ആദ്യം നിങ്ങളുടെ സ്നേഹം വരുന്നില്ല എങ്കിൽ പോലും, സ്നേഹം വന്നാൽ നല്ലത്. ഹല്ലേലൂയ. ആത്മീയമായി വളർന്നാലേ ഇത് വരുള്ളൂ. സ്നേഹം വരുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ സ്നേഹിക്കാൻ. എങ്ങനെ സ്നേഹിക്കണം? അപ്പൊ നിങ്ങൾ എങ്ങനെ ലോകക്കാരെ സ്നേഹിക്കണ പോലെ സ്നേഹിക്കണോ? ലോകക്കാരെ സ്നേഹിക്കണ പോലെ സ്നേഹിക്കുക. ലോകത്തിലെ സ്നേഹം മുഴുവൻ ഇതല്ലേ? അഭിനയല്ലേ? ഇല്ലേ? ലോകത്തിലെ സ്നേഹം മുഴുവൻ അഭിനയല്ലേ? എക്സെപ്റ്റ് എ ഫ്യൂ. അമ്മ മോനെ സ്നേഹിക്കുന്ന, മക്കളെ സ്നേഹിക്കുന്ന, അപ്പം മക്കളെ സ്നേഹിക്കുന്ന, അങ്ങനെയുള്ള സ്നേഹം ഒഴിച്ച് ബാക്കിയൊക്കെ ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് സ്നേഹമുള്ളൂ, അല്ലെങ്കിൽ ഇല്ല. ഹല്ലേലൂയ. പലപ്പോഴും പറയാറില്ലേ, ആളുകൾ പറയാറില്ലേ, എൻ്റെ കയ്യിലൊന്നുമില്ല, ഇപ്പം ഞാൻ വെറും കറിവേപ്പിലയാ. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലൊരു ചിന്ത വരുന്ന കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ വരിക. ദൈവത്തിൻ്റെ വചനം യാക്കോബ് ലേഖനത്തിൽ പറയുന്നു, പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകിയ യഥാർത്ഥ സ്നേഹം, നിർമ്മലമായ സ്നേഹം, അനാഥരുടെയും വിധവകളെയും അവരുടെ ദുഃഖത്തിൽ പോയി കാണുന്നതും ലോകത്തിന്റെ കളങ്കമേക്കാതെ തന്നെത്താൻ സൂക്ഷിക്കുന്നതാണ്. പലയിടത്തും പ്രായമായവർ വിളിക്കുന്നുണ്ട്, എൻ്റെ മോക്ക് എന്നെ വേണ്ട. ഒരമ്മ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറയും, എൻ്റെ മോക്ക് എന്നെ വേണ്ട, എൻ്റെ മോൻ എന്നെ വേണ്ട, ആർക്കും വേണ്ട. എനിക്ക് എവിടെയെങ്കിലും റെയിൽവേ സ്റ്റേഷനിലെങ്കിലും കിടക്കാൻ ഇച്ചിരി സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു പാസ്റ്ററെ. എവിടെയെങ്കിലും ആർക്കും എന്നെ വേണ്ട. ഈ പ്രായത്തിൽ ഞാൻ ഇനി എന്ത് ചെയ്യാൻ എൻ്റെ പാസ്റ്ററെ? അപ്പൊ ഈ മോനും മോളുടെയൊക്കെ സ്നേഹം ഏകാഭിനയാ, എല്ലാ അഭിനയാ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ കുഞ്ഞുങ്ങളെ, ഇങ്ങനൊരു ചിന്ത എൻ്റെ അകത്തുണ്ട്. എന്നോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ആത്മാർത്ഥതയുള്ളവരുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ മനസ്സിലാക്കുക, ഈ ലോകത്തിലെ സ്നേഹങ്ങളിൽ ഭൂരിഭാഗവും അഭിനയ. അപ്പോ നമ്മൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ അദ്ദേഹം തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങും. അതിൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. ഇത് പറഞ്ഞു തരുന്നതിൻ്റെ കാരണം, നമ്മുടെ ഉള്ളിലുള്ള ഈ പാമ്പ് മുട്ടകളെയൊക്കെ നിർവീര്യമാക്കണം. എങ്ങനെ? ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ പുതിയ മുട്ട വന്നിട്ടില്ലേ, ദൈവ സ്വഭാവം വന്നിട്ടില്ലേ, ആ ദൈവ സ്വഭാവം ഉപയോഗിച്ച് നമ്മൾ നിർവീര്യമാക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇതാണ് പുതിയ മുട്ട കേട്ടോ. ഇതാ അതിന്റെ മുകളിൽ പ്രാവ് പൊരുന്നിരിക്കണുണ്ട്. ആ മുട്ടയുടെ മുകളിൽ പ്രാവ്. ഈ പ്രാവ് കാണിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ചിന്തകളാണ്. നമ്മുടെ ഉള്ളിൽ നിന്നട്ട വചനം നിങ്ങൾക്ക് എടുത്തിട്ട് തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇതുവരെയും അവൾ അങ്ങനെ പറഞ്ഞു, ആ ശത്രുവിന് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അതല്ലേ ചിന്തിച്ചോണ്ടിരുന്നേ. ഇനി എന്ത് ചെയ്യണമെന്നറിയാമോ? ഇവിടുന്ന് ഇതാ ഉൾനട്ട വചനം പുറത്തേക്ക് വരുന്നില്ലേ, ഉള്ളിൽ ആത്മാവിൽ നിന്ന് വചനം പുറത്തേക്ക് വരുന്നില്ലേ, ആ വചനം എടുത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ആ വചനം എടുത്തിട്ട് ആ പുതിയ തരണം കിട്ടിയെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ വചനം നമ്മൾ ബ്രൂഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. മനസ്സിലായോ? നേരത്തെ അയാൾ എന്നെ അങ്ങനെ ചെയ്തു എന്നല്ലേ ചിന്തിച്ചോണ്ടിരുന്നേ. ഇപ്പൊ നമുക്ക് കിട്ടിയ ഉൾനട്ട വചനം അതങ്ങ് രാപകൽ ധ്യാനിക്കാൻ തുടങ്ങണം.
നമ്മൾ നമ്മുടെ ഉള്ളിലെ ആ ദൈവ സ്വഭാവത്തെ ബ്രൂഡ് ചെയ്ത് പുറത്തെടുക്കണം. ഓൾറെഡി ആ സ്വഭാവം അകത്തുണ്ട്. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവാത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിലോ നിങ്ങൾ ജഡ സ്വഭാവമുള്ളവരല്ല. എന്നെ കേൾക്കണേ, എന്നെ കേൾക്കണേ, എന്നെ കേൾക്കണേ, എന്നെ കേൾക്കണേ, എന്നെ കേൾക്കണേ. നിങ്ങൾ ജഡ സ്വഭാവമുള്ളവരല്ല, ആത്മ സ്വഭാവം ഉള്ളവരാണ്. പക്ഷെ നിങ്ങളോട് ചോദിക്കുമ്പോ എനിക്കങ്ങനെ അറിയാൻ പാടില്ലല്ലോ. പൊരുന്ന് ഇരുന്ന് പുറത്തെടുക്ക്, അപ്പൊ കാണാം. എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഈ അകത്തുനിന്ന് പുറത്തേക്ക് കിട്ടിയ വചനമില്ലേ, ഇവിടുന്ന് കിട്ടുന്ന വചനങ്ങളില്ലേ, പുതിയ വചനങ്ങളില്ലേ, ഉൾനട്ട വചനങ്ങൾ, അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അത് ചിന്തിച്ച് 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 പൊരുന്നിരിക്കുമ്പോ ഈ മൊട്ട നിങ്ങളുടെ അകത്തുനിന്ന് വിരിയും. അത് പുറത്തേക്ക് ഇറങ്ങും. നിങ്ങൾ ദൈവ സ്വഭാവം നിങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. മനസ്സിലായോ? ഹല്ലേലൂയ. ഒന്നും കൂടി പറയാം. നമ്മൾ അകത്ത് പറയാറില്ലേ, ദൈവത്തിന് ജനിക്കുന്നതൊക്കെ ലോകത്തെ ജയിക്കുന്നു എന്ന് യോഹന്നാൻ 5:4 പറയുന്നില്ലേ? ഇതേപോലെ നമ്മുടെ അകത്തുനിന്ന് ജനിക്കുന്ന വചനം, അതാണ് സ്പിരിച്വലി മെച്യൂരിറ്റി ഉള്ളവരല്ല ഇത് വന്നുകൊണ്ടിരിക്കണേ. അങ്ങനെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന വചനം, ഇതാണ് ഉൾനട്ട വചനം എന്ന് ബൈബിൾ പറയുന്നത്. എൻഗ്രാഫ്റ്റഡ് ഓർ ഇംപ്ലാന്റഡ് വേർഡ്. അകത്ത് നട്ട വചനം ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്ന വചനം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആ വചനം എടുത്തിട്ട് അത് പൊരുന്നിരിക്കാനുള്ള പൊരുന്നൽ കോഴിയായിട്ട് ഉപയോഗിക്കണം. എവിടെ? നമ്മളുടെ ഉള്ളില്, നമ്മുടെ ഹാച്ചറിയില് ആ വചനത്തിന്റെ ചിന്തയിൽ നാം ധ്യാനിക്കണം. ധ്യാനിക്കുമ്പോ നമ്മുടെ അകത്തുള്ള ഈ ദൈവ സ്വഭാവം അത് പൊട്ടി പുറത്തേക്ക് വരും. ആ മൊട്ട പൊട്ടി പുറത്തു വരുന്ന പോലെ ആ ദൈവ സ്വഭാവം പൊട്ടി പുറത്തേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അങ്ങനെ ദൈവ സ്വഭാവം പൊട്ടി പുറത്തേക്ക് വരുമ്പോൾ ആത്മാവിനാൽ ജഡത്തിന്റെ ചിന്തകളെ മരിപ്പിക്കുന്നുവെങ്കിൽ പിശാചിട്ട മൊട്ടകളെയൊക്കെ നിർവീര്യമാക്കും. മനസ്സിലാവുന്നുണ്ടോ? പിശാച് വെച്ചിരിക്കുന്ന ജഡത്തിന്റെ ചിന്തകൾ അവിടെ വീക്കാകുക മാത്രമല്ല, ആത്മാവിന്റെ ചിന്തകൾ അങ്ങ് ശക്തിപ്പെട്ട് ക്രിസ്തുവിന്റെ സ്വരൂപം നമ്മളിൽ വെളിപ്പെടാൻ തുടങ്ങും. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. അങ്ങനെ പാപം ചെയ്യുന്നവൻ തളർന്ന് 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 താഴേക്ക് പോകും. പാപം ചെയ്യാൻ കഴിയാത്തവൻ വളർന്ന് 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 മുകളിലേക്ക് വരും. എൻ്റെ കുഞ്ഞുങ്ങളെ, ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഈ ചിന്തകൾ വ്യക്തതയോടെ മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയാണെന്നറിയാം ഈ ദൈവത്തിന്റെ വചനം പറയുന്നത്? എന്നിട്ട് പറയാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ, എന്നിട്ട് പറയാണ് ലക്ഷ്യം എല്ലാം ഒന്ന് തന്നെയാണ്. എന്നിട്ട് പറയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പേൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പേൻ. എന്തിനാണ്? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയാ, ആ പുത്രൻ വെളിപ്പെടാനാ. അകത്ത് ഓൾറെഡി ഉണ്ട് ആ ദൈവപുത്രൻ. നമ്മിൽ വെളിപ്പെടണം, നമ്മിലൂടെ വെളിപ്പെടണം. ഈ ലോകം ആ ദൈവപുത്രനെ, ദൈവത്തെ നമ്മിലൂടെ കാണണം. മനസ്സിലാവുന്ന മക്കളെ? അപ്പൊ നമ്മുടെ പ്രവർത്തന രീതി പലതും നമുക്ക് പറയണമെന്ന് തോന്നും. അതൊന്നും പറയരുത്. കാരണം നമ്മുടെ വായെന്ന് പറയുന്നത് ഉറവയാണ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ നിന്ന് ഉറവയാണ്, പൈശാചി രാജ്യത്തിൽ നിന്നും ഉറവയാണ്. അതിനെ നരകത്താലല്ല തീ പിടിക്കേണ്ടേ, സ്വർഗത്താൽ അതൊരു വൃന്ദാവനമായി തീരണം. മനസ്സിലാകുന്നുണ്ടോ? സ്വർഗത്താൽ അതൊരു വൃന്ദാവനമായി തീരണം. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതാ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതുവരെ നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്ഥാപനം നശിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്റ്റാഫ് നശിച്ചിട്ടുണ്ടെങ്കിൽ, പെട്ടെന്നൊരു സ്റ്റാഫ് വന്ന്, മുതലാളി എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഒട്ടിനെ മുതലാളി, അവനോട് നേരത്തെ പകയുണ്ടായിരുന്നു. മുതലാളിയുടെ ഉള്ളില് ഇതാ ആ മൊട്ട പൊരുന്നിരുന്ന മൊട്ട പുറത്തേക്ക് പെട്ടെന്ന് വന്നു. മുതലാളി പറഞ്ഞു, യു ആർ ഫയർഡ് ഔട്ട്. എന്നെ പുറത്താക്കി, തീർന്നു. അവൻ പോയി. അവനും സഹിക്കുക, മുതലാളി അന്ന് മുതൽ സഹിക്കുക. നാളെ മുതൽ അവൻ ചെയ്യേണ്ട പണി ചെയ്യാൻ ആളില്ല. പക്ഷേ മുതലാളിയുടെ ഈഗോ എന്തെങ്കിലും തിരിച്ചു പറയാൻ സമ്മതിക്കോ? ഇല്ല. ഞാൻ ചെയ്തു, പിന്നെ കഷ്ടപ്പാടാ. ഇതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ ഭാര്യയോട് പറയാൻ പാടില്ലാത്തത് പറയുന്നു, ഭർത്താവിനോട് പറയാൻ പാടില്ലാത്തത് പറയുന്നു, അമ്മായി അമ്മയോട് പറയാൻ പാടില്ലാത്തത് പറയുന്നു, അമ്മായി അപ്പനോട് പറയാൻ പാടില്ലാത്തത് പറയുന്നു, തകരുന്നു. ബാഗ് എടുത്തോണ്ട് വെളിയിലിറങ്ങി. രണ്ടുപേർക്കും ആഗ്രഹമില്ല, പക്ഷേ തകർന്നു. ഈ മൊട്ട അകത്തുണ്ട്. അതിനെ ഇനിയും ഹാച്ച് ചെയ്യുന്ന ഹാച്ചറിയായി നമ്മൾ മാറരുത്. പകരം നമ്മുടെ അകത്തുള്ള ദൈവ സ്വഭാവത്തെ ഹാച്ച് ചെയ്ത് വെളിയിലിറക്കുക. അതിന് ഉൾനട്ട വചനം വേണം. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് മനസ്സിലാക്കി അനുദിനം ആ ക്രിസ്ത്യാനുരൂപതയിലേക്ക്, പാപം ചെയ്യാൻ കഴിയാത്ത ദൈവപുത്രൻ നമ്മിൽ നിന്ന് വെളിയിലിറങ്ങുവാൻ ദൈവം കാത്തിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് യാത്രയാവുക.
നിരന്തരം ഈ വചനം കേൾക്കുക. ഈ കേട്ട വചനം നിരന്തരം വീണ്ടും 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 കേട്ട് 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 ധ്യാനിക്കുക. ഇത് മനസ്സിലാകുന്നത് വരെ ധ്യാനിക്കുക. എന്നിട്ട് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. അപ്പൊ ദൈവം ഇതിന്റെ അടുത്ത് തരും. ഹല്ലേലൂയ. നമ്മളെ കൂടുതൽ ക്രിസ്ത്യാനുരൂപരായി മാറ്റുവാൻ ദൈവം സഹായിക്കും. നമുക്ക് ദൈവം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ എഴുന്നേക്കാം. കേട്ട വചനത്തിന്റെ മുമ്പ് ഒരു നിമിഷം ധ്യാനിക്കുക. സൂമിലായിരിക്കുന്നവർ, ഓൺലൈനിൽ മറ്റു മീഡിയയിലേക്ക് ആയിരിക്കുന്ന ദൈവം നമ്മളെ സ്നേഹിച്ച് നമുക്ക് തരുന്ന പൊന്മുത്തുകളാണ് ഈ വചനം. ഹല്ലേലൂയ. നമ്മളെ ദൈവത്തിന്റെ സ്വർഗസ്ഥന പിതാവിന്റെ പുത്രന്മാരായി തീരേണ്ടതിനാണ് ഇതൊക്കെ തരുന്നത്. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ ഷൈൻ ചെയ്യാനുള്ളതല്ല, പകരം നമുക്ക് ഒരുമിച്ച് പിതാവിന്റെ രാജ്യത്ത് ഷൈൻ ചെയ്യാനുള്ളതാണ് ഇതൊക്കെ. ഹല്ലേലൂയ. അവിടെ ദൈവപുത്രന്മാരായി വിളങ്ങുവാനുള്ളതാണ്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. നമ്മൾ കേട്ട പാട്ടിന്റെ ആ വരികൾ പോലെ, ഇതാ മക്കൾ വരുന്നേ, ദൈവ മക്കൾ വരുന്നേ. ഹല്ലേലൂയ. ഇതാ ഈ യുഗം തീരാൻ പോവുകയാണ്. ദി ഇയേഴ്സ് ഓഫ് ഗിയർ അപ്പാണ്. ഇത് 4ാം ഗിയറിൽ കയറി കിടക്കുക. ദി ഇയേഴ്സ് ഓഫ് ഗിയർ അപ്പാണ്. ആ അവസാനം ഇതിലൂടെ ദൈവപുത്രന്മാർ വെളിപ്പെടണം. ദൈവപുത്രന്മാർ. ദൈവം കാത്തിരിക്കുന്നു. അവന്റെ പ്രാണൻ, ക്രിസ്തുവിന്റെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും അതിന്റെ ഓർമ്മയാണ് ഈ തിരുവത്താഴ് ശുശ്രൂഷ നമ്മളിപ്പോ അനുഭവിക്കാനായിട്ട് പോകുന്നത്. ക്രിസ്തുവിന്റെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീർന്നിട്ട് ദാ ക്രിസ്തു സന്തതിയെ കാണണം. ആർക്ക് വേണ്ടി? സ്വർഗസ്ഥ പിതാവിന് വേണ്ടി. അപ്പന വംശ ദൈവത്തിന് തന്റെ വംശത്തെ കാണണം. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങൾ, എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവത്തിന് തന്റെ വംശത്തെ കാണണം. ഹല്ലേലൂയ. അതിന്റെ ഓർമ്മയാണ് നമ്മൾ ഇപ്പോൾ ഓർക്കുവാൻ പോകുന്ന ഈ തിരുവത്താഴ് ശുശ്രൂഷയിലൂടെ. ക്രിസ്തയേശുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ ദൈവം തന്റെ വംശത്തെ കാണുകയാണ്. കണ്ണുകളടച്ച് ദൈവസന്നദ്ധിയിൽ, എൻ്റെ പ്രിയ പിതാവേ, എൻ്റെ വായ ഒരു ഉറവയാണ് എന്നും അത് സ്വർഗത്തിന്റെ ഉറവയും നരകത്തിന്റെയും ഉറവയാണ് എന്നും എൻ്റെ അകത്ത് 2 നിക്ഷേപങ്ങളുണ്ട് എന്നും ഞാൻ നല്ലത് പുറത്തെടുത്താൽ ദൈവം എന്നെ നല്ല മനുഷ്യനായി കാണുന്നുവെന്നും ഞാൻ കയ്പ് പുറത്തെടുത്താൽ ദൈവം എന്നെ ചീത്ത മനുഷ്യനായി കാണുന്നുവെന്നും ഒരു വായിലൂടെ കയ്പും മധുരവും ഒരുമിച്ച് വന്നാൽ ഞാൻ യോഗ്യതയില്ലാത്തവരായി എന്നെ തള്ളിക്കളയുമെന്നും ഒക്കെ അങ്ങയുടെ വചനത്തിലൂടെ കണ്ടു. പ്രിയ നല്ല പിതാവേ, പ്രിയ നല്ല പിതാവേ, അതുല്യമായ മറഞ്ഞു കിടന്ന ഈ മഞ്ഞകൾക്കായി ദൈവപുത്രനെ ഞങ്ങൾ ഇന്ന് വെളിപ്പെടുത്തുവാൻ ഞങ്ങളൊരു ഹാച്ചിങ് സെന്ററായി, ഒരു ഹാച്ചറിയായി ഞങ്ങൾ മാറണമെന്നും ഞങ്ങളുടെ ഉള്ളിലുള്ള പാപത്തെ പുറത്തെടുക്കാനല്ല, ഞങ്ങളുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ആത്മസ്വഭാവത്തെ പുറത്തെടുക്കുവാൻ ഉൾനട്ട വചനത്താൽ ഞങ്ങൾ അതിനെ ഹാച്ച് ചെയ്യണമെന്നും ആ ദൈവ സ്വഭാവത്തെ പുറത്തെടുക്കണമെന്നും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനായി നന്ദി. ഞങ്ങളുടെ പ്രവർത്തന രീതി വീണുപോയ മനുഷ്യന്റെ പ്രവർത്തന രീതി അല്ല എന്നും ഞങ്ങളുടെ പ്രവർത്തന രീതി ഞങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ പ്രവർത്തന രീതിയാണ് എന്നും ജീവനും മരണവും ഞങ്ങളുടെ നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നുവെന്നും ഞങ്ങളാണ് അങ്ങേക്ക് വേണ്ടി സംസാരിക്കേണ്ടതെന്നും ഞങ്ങൾ പറയുന്നതെല്ലാം അതേപോലെ ആയിത്തീരുമെന്നും ഒക്കെ അങ്ങ് പറഞ്ഞു തന്നതിനായി നന്ദിയോടെ സ്തോത്രം. പ്രിയ നല്ല പിതാവേ, അങ്ങയുടെ കുഞ്ഞുങ്ങളാകും ഞങ്ങൾക്ക് ഇതിൻ്റെ ആഴങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണേ. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുക, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുകയാണ്. അപ്പാ, ഈ ജനത്തെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരനുഗ്രഹമായി തീരട്ടെ. ഈ ശബ്ദ കാഴ്ച പരിധിയിൽ ഉള്ള എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് ഞങ്ങളെ എതിർത്ത് ദുരുപദേശം എന്ന് പറയുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവദാസന്മാരെ ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, അനുഗ്രഹം അവകാശമാകുവാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിപ്പേ. ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ, ശകാരത്തിന് പകരം ശകാരം ചെയ്യാതെ ഞങ്ങൾക്ക് മാതൃക കാണിച്ച ക്രിസ്തുവിന്റെ മാതൃകയിൽ ഞങ്ങൾ നടന്നു വരുവാൻ സഹായിക്കുന്നതിനായി നന്ദി. ഞങ്ങൾ ഒരുമിച്ച് അവരെല്ലാം അനുഗ്രഹിക്കുന്നു. അവരനുഗ്രഹമായി തീരട്ടെ. സർവ്വമഹത്വ സ്വർഗസ്ഥ പിതാവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ കൃപയാ 10 ദിവസമായി ദൈവവചനത്തിൻ്റെ തണലിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഏവരെയും സഹായിച്ചു. നിങ്ങൾ ഓൺലൈനിലൂടെ അറ്റൻഡ് ചെയ്തവരാണല്ലോ, ഏവരെയും സഹായിച്ചു. ദൈവം ഇത്രത്തോളം നമ്മളെ വചനത്തിൽ പണിതു ക്രിസ്ത്യാനുരൂപന്മാരാക്കി മാറ്റി. നന്ദി ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവം അനുവദിക്കുന്നെങ്കിൽ
2024 ഫെബ്രുവരി 5-ാം തീയതിയാണ് അടുത്ത റിട്രീറ്റ്. അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുക, അനേകരെ ഒരുക്കുക, കൂട്ടിക്കൊണ്ടുവരിക. ഇതൊരു ഹാച്ചറിയാണ്. മനുഷ്യപുത്രന്മാരെ, കുഞ്ഞിനെ വിരിയിക്കുന്നതല്ല, മനുഷ്യപുത്രന്മാരെ, മരണമുള്ളവരെ മരണമില്ലാത്ത ദൈവപുത്രന്മാരാക്കി മാറ്റുന്ന ക്രിസ്തുവിന്റെ ഹാച്ചറി. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യ മക്കൾക്കോ ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു എന്ന വചനം ഉപയോഗിച്ചുകൊണ്ടാണ് ഹാച്ചറിയിൽ ഹാച്ചിങ് നടക്കുന്നത്. പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ, സഹായിക്കട്ടെ. ഞങ്ങൾ തിരുവത്താഴ്ചയിലേക്ക് കടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.